താങ്ക്സ്. നമ്മള് ഈ FUGP ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ആദ്യമായിട്ട് ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിലെ നമ്മളൊരു 6 പ്രോഗ്രാംസ് FUGPയിലേക്ക് പോയപ്പോൾ അതിലൊന്ന് ഹിസ്റ്ററി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ ഫാക്കൽറ്റി ഇൻചാർജ് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് ന്യൂആൻസസ് ഒക്കെ ഏകദേശം നമുക്കറിയാം. സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു ആങ്സൈറ്റിയും കുറച്ചധികം ചാലഞ്ചസും ഒക്കെ ഉള്ളൊരു ഇതാണ് ഈ FIUGP എന്ന് പറഞ്ഞാൽ. അപ്പോ സ്റ്റിൽ പലർക്കും ക്ലിയർ അല്ല. ഇവൻ ദോ ഫാക്കൽറ്റീസിന് ക്ലിയർ ആയിരിക്കത്തില്ല പലതും. നമ്മളിപ്പോ FIUGPയുടെ റെഗുലേഷൻസ് ഫസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തു, അതിനുശേഷം ഇപ്പൊ അത് റിവൈസ് ചെയ്യുന്ന ടൈമാണ് യൂണിവേഴ്സിറ്റി. അപ്പൊ അതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ചാലഞ്ചസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ FIUGP എന്ന് പറയുന്നതിന്റെ ആങ്സൈറ്റീസും വറീസും ഒക്കെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അത് തരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ചോയ്സസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത്. ഇവൻ ചാലഞ്ചസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഇതിൽ എത്ര ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇതെല്ലാം പാരന്റ്സ് ആയിരിക്കും അല്ലേ കൂടുതലും, ഇതോ സ്റ്റുഡൻസ് ആണോ? എനിക്ക് ക്രൗഡ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടീച്ചേഴ്സും ഉണ്ട് മാഡം. ടീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്നോട് പിന്നെ ഡിസ്കഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ജനറൽ ഫ്രെയിംവർക്കും ഇതിന്റെ ഓപ്ഷൻസും ഇതിപ്പോ ചൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു ഐഡിയ, ഇത്രയാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്തുള്ള കുറച്ച് ഓപ്ഷൻസ് ചിലപ്പോ പലരും ഇതിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഇത് അറിയാമായിരിക്കാം. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ്, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, ഇന്റേൺഷിപ്സ്, ഇതൊക്കെ ഏകദേശം അറിവുണ്ടാവും നിങ്ങൾക്ക്. ബട്ട് സ്റ്റിൽ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു ഓപ്ഷൻസ് എന്തൊക്കെയാ വരുന്നത് എന്നുള്ളതും പിന്നീട് ഡൗട്ട് ഡിസ്കഷൻസ്. ഓക്കെ, ഡിഫറെന്റ് പാത്വേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ NEP 2020 നമ്മളെല്ലാവരും അവെയർ ആണ്, എല്ലാവരും കരിയർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, ഏകദേശം കാര്യങ്ങൾ അറിയാമായിരിക്കും. ഇപ്പൊ NEP 2020ന്റെ ഒരു ഇത് പ്രകാരം ആണ് നമ്മൾ ഈ FIUGP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ UGCന്റെ റെഗുലേഷൻസ് ഉണ്ട്. അതിന് ശേഷം കേരള ഹയർ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് പ്രകാരവും അതിന്റെ റെഗുലേഷൻസും വന്നിരുന്നു. അതിൽ UGCയുടെ ഒരു ഫ്രെയിംവർക്ക് പ്രകാരം മൊത്തത്തിൽ നമ്മൾ 4 പാത്വേസ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളും, പിന്നീട് 3 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഡിഗ്രി കോഴ്സും, 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഓണേഴ്സ് കോഴ്സ് എന്നുള്ള നിലയ്ക്ക്. അതിൽ പക്ഷെ കേരളത്തിൽ നമ്മൾ കേരള ഹയർ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിന്റെ ഇതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, കേരള അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് ഓപ്ഷൻസ് മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സ് കൊടുക്കാനായിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ അതാണ് മൊത്തത്തിൽ UGCയുടെ നാഷണൽ ലെവലിൽ നടക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇപ്പൊ NEP പ്രകാരം നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഉള്ള 4 ഇയർ ഡിഗ്രി ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ആണുള്ളത്. നമ്മുടെ എൻട്രി എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി നമുക്ക് എടുക്കാം, പക്ഷെ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ഇയറും പിന്നെ 4 ഇയറിലേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അതിനുശേഷം 2021 UGC അതാണ് FIUGP ഗൈഡ് ലൈൻസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അഡോപ്റ്റ് ചെയ്യുന്നു. ഇവൻ ദോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ 2010 ശേഷം ആ ഒരു ടൈമിൽ FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അന്നത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ശേഷം വളരെ റീസെന്റ് ആണ് ഇപ്പൊ അത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ കുട്ടികളും അതിനെതിരെ എന്താ പറയുന്ന പ്രൊട്ടസ്റ്റുകളും അതിനെതിരെയുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഒരു 2025 വന്നപ്പോഴത്തേക്കും കയറിയ കുട്ടികൾക്ക് പിന്നീട് 1 ഇയർ PGയിലേക്ക് പോകുന്നതിനുള്ള സീറ്റ്സിന്റെ കുറവും, പിന്നീടുള്ള ഒരു ക്ലാരിറ്റി കുറവൊക്കെ കൊണ്ട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് പലരും ഡ്രോപ്പ് ഔട്ട്സും ഉണ്ടാവാറുണ്ട്. അപ്പം അതും അതിന്റെ ഒരു റിയാലിറ്റിയാണ്. ബട്ട് നമ്മൾ അതിന്റെ ഓപ്ഷൻസ് കൂടുതൽ നോക്കുമ്പോൾ, നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള കരിയർ ഓപ്ഷൻസും ചൂസ് ചെയ്യാം. സാറ് പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷറിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ടും ഈ നാഷണൽ എക്സ്പോഷറിലേക്ക് പോകാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം.
അപ്പോൾ അതിനുശേഷം 2023 കേരള സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ സിംഗിൾ എക്സിറ്റ് ആണ് പറഞ്ഞത്, ഞാൻ ആക്ച്വലി പറഞ്ഞതുപോലെ മിനിമം 176 ക്രെഡിറ്റ്സ് ഏൺ ചെയ്തുകൊണ്ട് 4 ഇയറിൽ എക്സിറ്റ് എന്നുള്ളത്. അപ്പം ഞാൻ ഈ പറയുന്ന ടേംസ് ഒക്കെ ക്ലാരിറ്റി ഇല്ലാന്ന് നമ്മൾ വരുമ്പോൾ ക്രെഡിറ്റ് എന്താണെന്നും ഈ പറഞ്ഞ എത്ര ക്രെഡിറ്റ് വേണമെന്നും എക്സിറ്റ് എങ്ങനെയാണെന്നും ഇന്റേൺഷിപ്സ് ഓപ്ഷൻസ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പറയും കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞു പോകുന്നത്. പിന്നീട് 2024 നമ്മൾ FAUGP സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ബാച്ച് അതിന്റെ ഓൺ വേ ആണ്. അതിന്റെ ബാച്ച് ഇതുവരെ പാസ് ഔട്ട് ആയിട്ടില്ല, അവർ റണ്ണിങ്ങിലാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്റേൺഷിപ്സ് ഓപ്ഷൻസ് ഒക്കെ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോ സോ അങ്ങനെ. പിന്നെ 2026 ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ഓപ്ഷൻസ് അഡോപ്റ്റ് ചെയ്യണമെന്നും ABC സ്വയം എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അങ്ങനെയൊക്കെയുള്ള റെഗുലേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ നമ്മുടെ ABC എന്ന് പറയുന്ന അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലേക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വളരെ റീസെന്റ് ഒരു ഓർഡറും കൂടെ വന്നിരുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 4 ഇയർ UG പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, NEP 2020 പ്രകാരം ഡിഗ്രി സ്റ്റഡീസിന് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാണ് നമ്മൾ ഈ 4 ഇയറിലൂടെ ചെയ്തത്. മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി ലേണിംഗ് ആണ് ഇതിലൂടെ കൊണ്ടുവന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഴ്സ് ചോയ്സ് ഉണ്ട്, റിസർച്ച് എക്സ്പോഷ്യർ ഉണ്ട്, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് ഉണ്ട്. അൺലൈക്ക് 3 ഇയർ പ്രോഗ്രാംസ്, മുമ്പുണ്ടായിരുന്ന 3 ഇയർ പ്രോഗ്രാംസിൽ നിന്നും മാറിക്കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ചോയ്സസ് വന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള കോഴ്സസ് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. കാരണം നമ്മൾ 2020 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് കുറെ അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു മേജർ ചേഞ്ച് ആയിരുന്നില്ല ഇത്. ബട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇലക്ടീവ് കോഴ്സസും റിസർച്ച് എക്സ്പോഷർ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളൊക്കെ ഈ FAUGP പ്രകാരമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലുള്ള ഒന്നാമത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പലർക്കും ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ എന്താണ്, മൈനർ എന്താണ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിഗ്രി കോഴ്സ് ചെയ്തവർക്ക് അറിയാം, നമ്മളുടെ മെയിൻ പേപ്പർ എന്ന് പറയുന്ന ഒരു ഇപ്പൊ നമ്മൾ പേപ്പർ എന്നല്ല പുതിയ ഇതിൽ യൂസ് ചെയ്യുക, കോഴ്സസ് എന്നാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BA പ്രോഗ്രാം, MA പ്രോഗ്രാം, അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ പേപ്പേഴ്സിന് മുമ്പ് പറയുന്നത് നമ്മൾ കോഴ്സസ് എന്നാണ് പറയുക. അപ്പം മേജർ കോഴ്സസ്, മൈനർ കോഴ്സസ്. മേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മൾ മുമ്പ് ഓപ്റ്റ് ചെയ്തിരുന്നത്, ഇപ്പം ഞാൻ ഹിസ്റ്ററി ആണെങ്കിൽ എൻ്റെ ഹിസ്റ്ററി മേജർ ആയിരിക്കും. അതുപോലെ തന്നെ ഇക്കണോമിക്സ് ഉള്ളവർക്ക് ഒരു ഇക്കണോമിക്സ് മേജർ, ഫിസിക്സ് ഉള്ള ആൾക്ക് ഫിസിക്സ് മേജർ വരും. പിന്നെയുള്ളത് മൈനർ കോഴ്സസ് ആണ്. മൈനർ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിസിപ്ലിൻ. അപ്പൊ മുമ്പുള്ള നമ്മൾ സബ്സിഡറി പേപ്പർ അല്ലെങ്കിൽ സബ് എന്ന് പറയുന്ന കോഴ്സുകൾ അതിനെ ഏകദേശം ഒരു മൈനറിലേക്ക് മാറും. മൈനറിലേക്ക് മാറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കൂടുതലുണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റീസിന് ഡിഫറെന്റ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഓവറോൾ ഓപ്ഷൻസ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് കോഴ്സസ് ആയിരിക്കും ഉള്ളത്. നമ്മളുടെ മേജറിനെ സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സസ് ആയിരിക്കും ഈ പറഞ്ഞ മൈനർ കോഴ്സുകളിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതല്ല, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികൾ കോമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് സാൻസ്ക്രിറ്റ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ മൈനർ ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുന്ന ഒരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്യാത്തൊരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിലും മൈനർ എടുക്കാം. നമ്മുടെ സബ്ജക്റ്റിന് പാരലൽ ആയിട്ട് പോകാൻ പറ്റുന്ന, നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ പറ്റുന്ന കോഴ്സസും മൈനർ എടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയർ നമ്മൾ മേജർ ഫിക്സ് ചെയ്തു, ഞാൻ ഹിസ്റ്ററി ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ വേറെ ആൾ എക്കണോമിക്സ് ഫിക്സ് ചെയ്തു, നമ്മളൊരു മൈനർ എടുത്തു. ഞാനിപ്പോൾ എക്കണോമിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ എടുത്തു, മൈനർ ആയിട്ട് എടുത്തു. അപ്പൊ സെക്കൻഡ് ഇയറിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഹിസ്റ്ററി വേണ്ട, എനിക്ക് മറ്റൊരു കോഴ്സ് മതി, അല്ലെങ്കിൽ എനിക്ക് ഇക്കണോമിക്സ് മതി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ മൈനറിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മൈനറിന്റെ ക്രെഡിറ്റ്സ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ മൈനറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ എപ്പോഴും ഫൗണ്ടേഷൻ കോഴ്സസ് ആയിരിക്കും, അതായത് ഇൻട്രൊഡക്ടറി കോഴ്സസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഈവൻ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. മൈനറിലും ബേസിക് കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി സെക്കൻഡ് ഇയറിൽ വരുമ്പോഴത്തേക്കും മൈനർ ഓപ്റ്റ് ചെയ്യുന്നതിലൂടെ, മൈനർ മേജർ ആക്കുന്നതിലൂടെ അവർക്ക് ഓൾറെഡി ഒരു ബേസ് ആ സബ്ജക്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഗുണമായിട്ട് വരുന്നൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു സ്വിച്ചിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ഇയർ പ്രോഗ്രാമിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത. 2 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സസ് ആയിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, അതുപോലെ വാല്യൂ ആഡഡ് കോഴ്സസ്, അങ്ങനെയുള്ള കോഴ്സ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, ഇതൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സസിൽ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സബ്ജക്ട്സിന്റെ, നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിന്നും പുറത്തുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ,
കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരുന്ന കോഴ്സസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോഴ്സസ് ഉൾപ്പെടും. അത് എഗെയിൻ ഇതിന്റെ ഓരോ ചോയ്സസും ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഡിഫർ ചെയ്യും. ബട്ട് ഓവറോൾ ഇതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് പഠിക്കണം, അല്ലെങ്കിൽ ടാലി പഠിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സസ് എന്തൊക്കെയാണോ ആ കോഴ്സസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് വാല്യൂ ആഡഡ് കോഴ്സുകളാണ്. അതിലിപ്പോൾ എൻവയോൺമെന്റ് റിലേറ്റഡ് ഉണ്ടാവാം, സിവിക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവാം. അങ്ങനെ മൾട്ടിപ്പിൾ ഡിസിപ്ലിനറിയിൽ ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഓപ്റ്റ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ടൂറിസം പോലുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ലീഗൽ ലിറ്ററസി പോലുള്ള കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ യൂണിവേഴ്സിറ്റീസിനും ഓരോ ബാസ്ക്കറ്റ്സ് ഉണ്ടാവും. അതിൽ നിന്നും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണോ, നമുക്ക് എന്താണോ ചൂസ് ചെയ്യേണ്ടത്, അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ FAGPന്റെ പ്രത്യേകത എക്സിറ്റ് ഡിഗ്രീസ് ആണ്. അതിൽ എക്സിറ്റ് ഡിഗ്രീസ് ഞാൻ പറഞ്ഞു 2 എക്സിറ്റ് ഡിഗ്രീസ് ആണ് ഉള്ളത്. ഒന്ന് 3 ഇയർ എക്സിറ്റ് ഡിഗ്രിയും മറ്റൊന്ന് 4 ഇയർ എക്സിറ്റ് ഡിഗ്രിയാണ്. ഇതില് മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിരിക്കും. ഡിഗ്രി എന്ന് പറയുന്നത് 3 ഇയർ കംപ്ലീറ്റ് ചെയ്താലാണ് ഉണ്ടാവുക. 4 ഇയർ എന്ന് പറയുന്നത് വിത്ത് ഓണേഴ്സ് ആയിരിക്കും. അത് തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ചും ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓവറോൾ ആയിട്ടുള്ള FAGPന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബേസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓരോ കോഴ്സിനും ക്രെഡിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോയിന്റ്സ് ഒക്കെ പറയുന്നത് പോലെ, അപ്പോൾ 176 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏൺ ചെയ്യേണ്ടതായിട്ട്. 3 ഇയർ ആണെന്നുണ്ടെങ്കിൽ 133 ക്രെഡിറ്റ്സ്. ഇതാണ് FAGPന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയായിരിക്കാം. ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റില് ഏൺ ചെയ്യേണ്ടതായിട്ടുള്ള, ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന മാർക്സ് അങ്ങനെ മാത്രമല്ല, നമ്മൾ ലേണിംഗ് അവേഴ്സ് ഉണ്ടാവും, ടീച്ചിങ് അവേഴ്സ് ഉണ്ടാവാം, നമ്മൾ ഈ പറഞ്ഞ ഡെസർട്ടേഷനോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ് ഉണ്ടാവാം, പിന്നെ നമ്മുടെ എക്സാമിന്റെ അവേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്ന ഇത് ഫോം ചെയ്യുന്നത്. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവുക നമ്മുടെ വർക്ക് ലോഡിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് ആയിരിക്കും ഇതുണ്ടാവുന്നത്. സെമസ്റ്റർ വൈസ് ഓൾറെഡി ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലായിടവും തന്നെ സെമസ്റ്റർ വൈസ് ആണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. ഒരു ഇയറിൽ 2 സെമസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 133 ക്രെഡിറ്റ്സ് ആണ്. 3 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏൺ ചെയ്യേണ്ടത്. 4 ഇയർ ആകുമ്പോഴത്തേക്കും 177. ഇതൊക്കെ എനിക്കൊന്ന് ജനറൽ ആയിട്ട് പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ UGC എന്താ പറയുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു UG സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് പക്ഷെ നമ്മുടെ കേരളത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ്. 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ 1 ഇയർ ആയിട്ട് നമ്മൾ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തു, നമ്മൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇയറിൽ എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്, നമ്മളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നുള്ളതിന് ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ 1 ഇയറിൽ എക്സിറ്റ് ആയി, അതിനുശേഷം നമ്മുടെ ഈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഇപ്പൊ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 വർഷം കഴിഞ്ഞു, നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീജോയിൻ ചെയ്യാന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റി ഡിഫൈൻ ചെയ്യുന്ന ഒരു പീരീഡിനുള്ളിൽ നമ്മൾ റീജോയിൻ ചെയ്യണം. പക്ഷെ നമുക്ക് അന്ന് പഠിച്ച കാര്യങ്ങൾ ക്രെഡിറ്റ്സ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. അതാണ് ഞാൻ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു. നമ്മുടെ ക്രെഡിറ്റ്സ് എന്തൊക്കെയാണോ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ABC എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് സേവ്ഡ് ആവും. അപ്പോൾ 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നതെങ്കിൽ, ഇത് എഗെയിൻ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇത് ഓപ്ഷൻ ഇല്ല. ഇത് UGCയുടെ പാത്വേ ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ വരുമ്പോൾ 3 ഇയർ എക്സിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ക്രെഡിറ്റ്സ് നമ്മൾ എത്രയാണോ ഏൺ ചെയ്തിട്ടുള്ളത്, 44 ക്രെഡിറ്റ്സ് ആയിരിക്കും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന് വേണ്ടത്. അതായിരിക്കും 1 ഇയർ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നത്. ഇത് നമ്മുടെ ABC അക്കൗണ്ടിലേക്ക് സേവ് ആകും. ഇനി അടുത്തൊരു 2 വർഷത്തെ കോഴ്സ് ചെയ്യുന്നെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് UG ഡിപ്ലോമ കോഴ്സായിട്ട് നമുക്ക് പ്രോഗ്രാമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് 88 ക്രെഡിറ്റ്സ് അതിൽ നമ്മൾ ഏൺ ചെയ്തിരിക്കും. 3 ഇയർ ആകുമ്പോഴത്തേക്കും 133 ക്രെഡിറ്റ്സ് ആയിരിക്കും. അത് നമുക്ക് അറിയുന്ന യൂഷ്വൽ നമ്മുടെ മുമ്പുള്ള ഡിഗ്രിയാണ്. 3 ഇയർ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ 133 ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാകുക. ഇനി 4 ഇയർ ആകുമ്പോഴത്തേക്കും 177 ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫുൾ ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും. അതിൽ നമ്മളെ മേജർ സബ്ജക്റ്റിലെ സ്പെഷ്യലൈസേഷനും ഉണ്ടാകും. ഇനി അതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളത്. 4 ഇയറിൽ 177 ക്രെഡിറ്റ്സിൽ നമ്മൾ
ഏൺ ചെയ്യുന്നു. അതിലൊരു 12 ക്രെഡിറ്റ്സ് നമ്മൾ റിസർച്ചിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലൊരു ഡെസർട്ടേഷനും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 1 ഇയർ പി ജിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ അതിനുള്ള എന്താ പറയുന്ന ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞു. 1 ഇയറിന്റെ സാങ്ഷൻസ് റെക്കഗ്നിഷനും വന്നു കഴിഞ്ഞു. അപ്പൊ 4 ഇയർ 3 ഇയർ പി ജി യു ജി ചെയ്യുന്ന ആൾക്കാർക്ക് 2 ഇയർ പി ജി എടുക്കണം. 4 ഇയർ യു ജി എടുക്കുന്ന ആൾക്കാർക്ക് 1 ഇയർ പി ജി എടുത്താൽ മതിയാകും എന്നുള്ളൊരു ഓപ്ഷൻസ് ആണ് FAUGP പ്രകാരം ഇപ്പോൾ UGC ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, 1 ഇയറിലാകുമ്പോൾ 44, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 88 വരുന്നു, 3 ഇയർ ആകുമ്പോഴത്തേക്കും 133, 4 ഇയർ ആകുമ്പോഴത്തേക്കും ഒന്നുകിൽ നമുക്ക് ഈ പറഞ്ഞ 3 ഇയറിൽ എക്സിറ്റ് ചെയ്യാം, എക്സിറ്റ് വിൻഡോ ഉണ്ട്. പിന്നെ ഉള്ളത് 4 ഇയറിലേക്ക് കടക്കുന്നു, അതിൽ 176 ക്രെഡിറ്റ് നമ്മൾ ഏൺ ചെയ്യാം. ഇപ്പൊ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞു പോയിരുന്നു. നമുക്കുള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എബിലിറ്റി എൻഹാൻസ്മെന്റ് ആണ്. അതിലാണ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇപ്പൊ അതിൽ റീഡിങ്, റൈറ്റിംഗ്, എക്സ്പ്രഷൻസ് അങ്ങനത്തെ വരുന്നു. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് വരുമ്പോൾ ജോബ് ഓറിയന്റഡ്. അപ്പൊ NEPന്റെ ഒരു മറ്റൊരു പ്രത്യേകതയും അതിനുള്ള ഒരു ക്രിറ്റിസിസവും അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഒക്കെ പറയുന്നത് പറഞ്ഞാൽ ഈ സ്കില്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതായത് ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു, ഇൻഡസ്ട്രി അക്കാഡമിക് ലിങ്കേജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ കൂടുതലായിട്ടും അക്കാഡമിക് സർക്കിളിലുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ജോബ് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോഴും എംപ്ലോയബിലിറ്റി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴും ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് നമ്മളെ അതിനായിട്ട് എലിജിബിൾ ആക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് വാല്യൂ എഡിഷൻ കോഴ്സസ് ആണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തിക്സ്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതാ വോയിസിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എത്തിക്സ്, എൻവയോൺമെന്റ്, ഞാൻ പറഞ്ഞ ലൈഫ് സ്കിൽസ് റിലേറ്റ് ചെയ്ത കോഴ്സാണ് വാല്യൂ ആഡഡ് കോഴ്സസിൽ വരുന്നത്. അപ്പൊ ഇപ്പൊ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഏതൊരു ഇതിനും വാല്യൂവിനെ അഡിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സസും പറ്റും. അതൊക്കെ യൂണിവേഴ്സിറ്റീസിന്റെ ഡിസ്ക്രിപ്ഷനിലുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ MDC കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ആണുള്ളത്. അപ്പൊ സബ്ജക്ട് ഔട്ട്സൈഡ് ആ മേജർ. അപ്പോൾ ഒരു സയൻസ് കുട്ടിക്ക് എക്കണോമിക്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കോഴ്സസും MDC കോഴ്സസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് FAUGP ഡിവൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. FAUGPയുടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള കോഴ്സസിനുള്ള ഓപ്ഷൻസ് കൂടുതൽ ഉണ്ടാകുന്നു, ചോയ്സസ് കൂടുതൽ ഉണ്ടാകുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിറ്റ് ഓപ്ഷൻസ് വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണ്. നമുക്ക് എങ്ങനെ ഈ ക്രെഡിറ്റ്സ് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇത് ഇത്രയും ഏകദേശം കൂടുതൽ പറയേണ്ടതായിട്ടില്ലല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ട് എനിക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പൊ എൻട്രി, എക്സിറ്റ്, ക്രെഡിറ്റ് ബാങ്കിങ്, റിസർച്ച്, ഇതെടുത്ത് നോക്കാം. മൾട്ടിപ്പിൾ എൻട്രി, എക്സിറ്റ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഇനിയും പറയേണ്ടതെന്നില്ല. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്താന്ന് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമുക്ക് സേവ് ആകും എന്നുള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്ക് പോലെ നമ്മുടെ ക്രെഡിറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് തന്നെയാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡിജിറ്റൽ വാലറ്റ് ഫോർ യുവർ അക്കാഡമിക് ക്രെഡിറ്റ്സ്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഇതിനായിട്ട് ഒരു ആധാർ ID ഉണ്ടാവും. അപ്പൊ അത് ഇപ്പോൾ എനിക്ക് ഏകദേശം എല്ലാ കോഴ്സസ് നമുക്ക് ഓൾറെഡി അല്ലാതെ തന്നെ നമ്മൾ ആധാർ ID ഉണ്ടാക്കി വെക്കുന്നു. നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം അതിലേക്ക് ആഡ് ആവുന്നു എന്നൊക്കെ ഉള്ളതുണ്ട്. അതുകൂടാതെ ഇപ്പം നമ്മളൊരു FAUGPയിലേക്ക് നമ്മളിപ്പോൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ആധാർ ID എന്ന് പറയുന്നത് മാൻഡേറ്ററി ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആധാർ ഒക്കെ പോലെ തന്നെ ആധാർ ID എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രജിസ്ട്രിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. അതാണ് ആധാർ ID എന്ന് പറയുന്നത്.
ഓരോ സ്റ്റുഡൻസിനും ആധാർ ഐ ഡി ലഭിക്കുന്നു. അതൊരു ലൈഫ് ലോങ് അക്കാഡമിക് ഐഡന്റിറ്റി നമ്പറായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അതിനകത്തേക്ക് നമ്മുടെ ഈ ആധാർ ഐ ഡിയിലേക്ക് നമ്മുടെ ABC അക്കൗണ്ടിലേക്ക് നമ്മൾ ഏതൊക്കെ കോഴ്സുകൾ എവിടെ നിന്നൊക്കെ ചെയ്യുന്നു, അതായത് ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു, അവിടെ പഠിക്കുന്ന കോഴ്സസോ ക്രെഡിറ്റ്സോ മാത്രമല്ല അതിൽ ഉണ്ടാവുക. നമ്മളിപ്പോൾ മറ്റൊരിടത്തുനിന്ന് ഓപ്പൺ ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്ന ഇപ്പോൾ സ്വയം കോഴ്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും, നമ്മൾ എന്തൊക്കെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ തന്നെ ഈ പറഞ്ഞ ABC അക്കൗണ്ടിലേക്ക് സേവ് ആകും. അതിന് നമുക്കൊരു ആധാർ ഐ ഡി ഉണ്ടാവും. അപ്പം നമ്മൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നു, കോഴ്സ് കഴിഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവർ ഈ ചെക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ABC അക്കൗണ്ട് ആയിരിക്കും. അപ്പം എല്ലാ ഡേറ്റയും അതിൽ സേവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളുടെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോളേജസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഷീറ്റ്സ് ഒക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ABCയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ്, ഇറ്റ് ക്യാൻ ബി അക്യുമുലേറ്റഡ്, ഇറ്റ് ക്യാൻ ബി റെഡീംഡ് ലേറ്റർ എന്നുള്ളത്. ഇപ്പൊ ക്രെഡിറ്റ്സ് ഇപ്പൊ ഞാൻ എന്റെ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണം എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികൾ അത് ഓൾറെഡി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയും ഇപ്പോൾ വർക്കിംഗ് സ്റ്റേജിലാണുള്ളത്. MG എനിക്ക് തോന്നുന്നു ഓൾറെഡി അവരുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഓരോ യൂണിവേഴ്സിറ്റികൾ അതിന്റെ പ്രോസസ്സിലാണ് ചിലരുള്ളത്. കാരണം എല്ലാവരും പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരു ഇത്. പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഒക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ റണ്ണിങ് ആണ് ഈ പ്രോസസ്സ് എല്ലാം തന്നെ. അപ്പോൾ MG പഠിക്കുന്ന ഒരാൾക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ഒരാൾക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, അതിനെ റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ 1 ഇയറിൽ എക്സിറ്റ് ചെയ്ത ആള്, കേരളത്തിന്റെ കോൺടെക്സ്റ്റിൽ അതില്ല, കേരളത്തിന്റെ കോൺടെക്സ്റ്റിൽ 3 ഇയറേ ഉള്ളൂ. 3 ഇയറിൽ എക്സിറ്റ് ചെയ്ത ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ഇയറിലേക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എയ്തർ നമ്മുടെ ഒരു ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഒരു റീസൺ പ്രകാരം നമുക്ക് നമ്മുടെ പ്രോഗ്രാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് റെഡീം ചെയ്തിട്ട് പിന്നീട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് FIUGPന്റെ ഒരു പ്രത്യേകതയായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ തന്നെ ഈ പറഞ്ഞ ABCയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, കോളേജസിൽ നിന്ന് അത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് എൻഷുർ ചെയ്യേണ്ടതാണ് സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പാരന്റ്സ് എന്നുള്ളതിലേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ABC അക്കൗണ്ടിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ഈ ആധാർ അക്കൗണ്ട് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ കോഴ്സസിനും ചെയ്തിട്ടുണ്ടാകുമായിരിക്കും അല്ലെ? നിങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മക്കൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഡിസ്കഷനിൽ നമുക്കത് പറയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം മൂക്ക് കോഴ്സസ് ആണ്. അപ്പൊ മൂക്ക് കോഴ്സസ് നമ്മൾ അല്ലാതെ തന്നെ എന്താ പറയുന്നത് ചെയ്യുന്നുണ്ടാവും, കുറെ പേര് അല്ലാതെയും ചെയ്യുന്നുണ്ടാവും മൂക്ക് കോഴ്സസ്. പിന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഓപ്റ്റ് ചെയ്യുന്നതുണ്ടാവാം, IITകൾ കൊടുക്കുന്നതുണ്ടാവാം. പക്ഷെ ഇതിലുള്ള ഒരു കൺഫ്യൂഷൻസ് വരാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വാല്യുവേഷൻ രീതിയും നമ്മുടെ വാല്യുവേഷൻ രീതി എങ്ങനെയാണ് എന്നുള്ളതിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ UGC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് കോഴ്സസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. ആ മൂക്ക് കോഴ്സസ് നമ്മൾ 40% ഓഫ് ഡിഗ്രിയുടെ ക്രെഡിറ്റ്, നമ്മൾ പറഞ്ഞു 133 ആണ് അല്ലെ 177 ആണെങ്കിൽ അതിനൊരു 40% മൂക്കിൽ നിന്ന് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ സ്വയം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മൂക്ക് കോഴ്സസ് ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ കോളേജസ് ഒക്കെ തന്നെ അത് ഓപ്റ്റ് ചെയ്യണം, അതിനൊരു ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻസ് അനുസരിച്ച് അത് ഡിഫർ ചെയ്യുന്നുണ്ടാവാം. കാരണം ഇപ്പോ ഈ മൂക്ക് കോഴ്സസ് കൊടുക്കുമ്പോൾ ഒന്നുകിൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോളേജസ് സ്വയം ഡെവലപ്പ് ചെയ്ത കോഴ്സ് കൊടുക്കുന്നതിലൂടെയാണ് കാര്യമുള്ളത്. മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു യൂണിവേഴ്സിറ്റി ഒരു കോഴ്സസ് റൺ ചെയ്യുന്നു, മറ്റൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ചെയ്യുന്ന ഒരു മൂക്ക് കോഴ്സ് കുട്ടികൾ എടുക്കുന്നു. അപ്പോൾ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ അത് പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല, അതായത് നമ്മുടേതായ മൂക്ക് കോഴ്സസ് എടുക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് അതിൽ വരേണ്ടത്. ബട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ പക്ഷെ ഇതൊരു ഫ്ലെക്സിബിലിറ്റി ആണ്, UGC പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ഈ പറഞ്ഞിട്ടുള്ള മൂക്ക് കോഴ്സസ് ഓപ്റ്റ് ചെയ്യാം, എവിടുന്നും ഓപ്റ്റ് ചെയ്യാം എന്നുള്ളത്. അത് നമ്മുടെ കോഴ്സിന്റെ നമ്മുടെ ക്രെഡിറ്റ്സിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു സ്കിൽ ഏൺ ചെയ്യണം, അതിന് നമുക്കൊരു മൂക്ക് കോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്തു, അത് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടും നമ്മുടെ ക്രെഡിറ്റിന്റെ ഭാഗമായിട്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ടോട്ടൽ 133 അകത്തേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത.
അപ്പൊ സ്വന്തമായിട്ട് ഇതർ നമ്മൾ കുട്ടികൾക്ക് മറ്റ് കോഴ്സസ് ആണ്, സ്വയം കോഴ്സ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കോളേജസ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സസ് കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും, അവരുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തിട്ട് ഏതെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാണ് കൊടുക്കുന്നത്. അല്ല എന്നിട്ട് അതിനെ വേണമെങ്കിൽ കരിക്കുലത്തിലേക്ക് മാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സ്വയം കോഴ്സസ് എടുത്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലെ കോഴ്സസ് ഓപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കോഴ്സസ് വഴി നമ്മുടെ ഓൺ ക്യാമ്പസിൽ അതിന്റെ എന്താ പറയണേ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതും പറയുന്നുണ്ട്. ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. അപ്പോൾ വൺസ് നമ്മൾ ഈ സ്വയം കോഴ്സ് അല്ലെങ്കിൽ മൂക്ക് കോഴ്സ് പാസ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ABC അക്കൗണ്ടിലേക്ക് മാറുന്നു. ഇത് നമ്മുടെ ഡിഗ്രിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സ്വയം മൂക്ക് കോഴ്സസിന്റെ പ്രത്യേകത. ഇനി ഓണേഴ്സ് ഉണ്ട്, ഓണേഴ്സ് വിത്ത് റിസർച്ച് ഉണ്ട്. ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 12 ക്രെഡിറ്റ്സ് ഓഫ് റിസർച്ച് ഫോർ ഇയർ കോഴ്സിനകത്ത് 4th ഇയറിൽ വരുമ്പോഴത്തേക്ക് നമ്മളൊരു റിസർച്ച് അല്ലെങ്കിൽ ഒരു ഡെസർട്ടേഷൻ പ്രൊജക്ട് ചെയ്യുന്നു, റിസർച്ചിന്റെ കമ്പോണൻസ് പഠിക്കുന്നു. ഇതിലൂടെ നമുക്ക് പിന്നീട് ലഭിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്പോൾ വരുന്നത് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ച് പ്രൊജക്റ്റ് ആയിരിക്കും അത്, ഒരു ഗൈഡൻസ് ഉണ്ടാവും, ഒരു അക്കാഡമിക് പേപ്പർ ആണ് അത് ആകാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പും ഫീൽഡ് സർവേ ആണ്. ഇപ്പൊ ഇന്റേൺഷിപ്സ് എന്താ പറയുന്നത്, നമ്മൾ ഇൻഡസ്ട്രി അക്കാഡമിക് ലിങ്കേജിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള NEP-യുടെതും UGC-യുടെ ഒക്കെ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അഡിഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അക്കാഡമിക് എക്സ്പോഷർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പോഷർ ഇതിൽ നിന്നുണ്ടാകുന്നു. ഇപ്പൊ BCom അല്ലെന്നുണ്ടെങ്കിൽ BBA പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ ഒക്കെ നമുക്ക് പുറത്തു പോയിട്ട് ഒരു ഫേമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കേരള സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പ് ഫേംസ് അല്ലെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ, അതിന് ഓരോ റൂൾസ് ഉണ്ടാവും. അത് നമ്മൾ അതിലേക്ക് കടക്കുമ്പോഴാണ് പറയുന്നത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം, രജിസ്ട്രേഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാവും, ഓരോ കോളേജസിന് അതൊക്കെ ഉണ്ടാവും. അത് പ്രകാരം നമ്മൾ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തുകൊണ്ട് ഫീൽഡ് സർവേയുടെ പാർട്ടാവുന്നു. അത് നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോഴ്സിന്റെ ഭാഗമാകുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളുടെ അതിന്റെയൊക്കെ ഭാഗമായിരുന്നു, കൂടുതലായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് FIUGP-ന്റെ ഒരു പ്രത്യേകത. നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് എംപ്ലോയബിലിറ്റി സാധ്യതകൾ കൂടുതൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ FIUGP പ്രകാരം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്കിൽ കമ്പോണൻസ് ആഡ് ചെയ്യുന്നു, മൂക്ക് കോഴ്സസ് ആഡ് ചെയ്യുന്നു, ഇന്റേൺഷിപ്സ് വരുന്നു. അപ്പൊ നമുക്ക് ഏതാണോ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ഏതാണോ, നമുക്ക് ഏതിലാണോ ഒരു ജോബിന് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്, ആ ഏരിയയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ഇതിനൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള പ്രയോജനം ഉണ്ടാവുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു മൈനറിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മൈനറിന്റെ കോൺസെപ്റ്റ് തന്നെ പല പാത്വേസും പ്രൊവൈഡ് ചെയ്യലുണ്ട്. ചില ഡബിൾ മേജർ, പിന്നെ സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ, സിംഗിൾ മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ UPSC-യോ PSC-യോ എന്തോ ആയിക്കോട്ടെ, ചില സ്കിൽസ് അഡിഷൻ പേപ്പറുകൾ ഇന്നത് നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാം പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടാവും. അങ്ങനെയുള്ള കോഴ്സസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ കോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈനർ ആയിട്ട് എടുത്താലും നമുക്ക് ഗുണകരമാകുന്നു എന്നുള്ളതാണ് ഈ മൈനറിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം മൈനർ ഈ പറഞ്ഞ MDC, AEC, സ്കിൽ കമ്പോണൻസ്, പിന്നെ ഇന്റേൺഷിപ്സ് ഓപ്ഷൻസ്, മൂക്ക് കോഴ്സ് ഓപ്ഷൻസ്, പറഞ്ഞ ഡെസർട്ടേഷൻ റിസർച്ച് ഓപ്ഷൻസ്, ഇതൊക്കെയാണ് FIUGP എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്ന ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ചോയ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഓപ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കരിയർ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് FIUGP-ന്റെ ഒരു പ്രത്യേകത. എഗെയിൻ ഇതിനൊക്കെ ക്രിറ്റിസിസംസും ഉണ്ടാകാം കേട്ടോ. ഞാനൊരു സോഷ്യൽ സയൻസ് അധ്യാപിക ആയതുകൊണ്ട് തന്നെയാണ് ഈ ക്രിറ്റിസിസംസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ട് ഓഫ് ദ എന്താ പറയുന്ന ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഇതിനൊക്കെ തരുന്ന ഓപ്ഷൻസിനും മറ്റു ബദലായിട്ട് കുറെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതും ഇപ്പൊ ഇൻഡസ്ട്രി അക്കാഡമിക് ലിങ്കേജ് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. അതർവൈസ് FIUGP-നെ നമുക്ക് വളരെ ഫ്ലവറിംഗ് ആയിട്ടുള്ള വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ടൊക്കെ തന്നെ പറയാനും സാധിക്കും. ബട്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. പിന്നെ ഡയറക്റ്റ് PhD-യിലേക്ക് പോവുക എന്നുള്ളതാണ് ഓണേഴ്സ് വിത്ത് റിസർച്ചിന്റെ ഒരു പ്രത്യേകത. അതാണ് നമുക്ക് 4 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാം, 1 ഇയർ PG എടുത്ത ശേഷം പിന്നെ PhD അല്ലെങ്കിൽ PhD-യിലേക്ക് ഡയറക്റ്റ് ലിങ്കേജ് പോകാം എന്നൊക്കെ.
ഇതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കാൻ സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഓവറോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ FUGPയുടെ ഫ്രെയിംവർക്ക് അവരുടെ റെഗുലേഷൻസിനനുസരിച്ചായിരിക്കും. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മുടെ റെഗുലേഷൻസിനനുസരിച്ചായിരിക്കും. MG ആണെങ്കിൽ അങ്ങനെ, കാലിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോരുത്തരും ഇതിനകത്ത് മൈനർ ചേഞ്ചസ് അവരുടേതായ രീതിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് വേണ്ടത് എന്താണോ അത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓവറോൾ FUG ഫ്രെയിംവർക്കാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും റെഗുലേഷൻസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈവൻ കോഴ്സസും അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൽ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണ് ഹയർ സ്റ്റഡീസിലും റിസർച്ചിലും FUGP എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 year PG പോസിബിൾ ആവുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ റിസർച്ച് എക്സ്പോഷ്യർ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ PhDയിലേക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളത്. പിന്നെ ഡിസിപ്ലിനറി മൈനേഴ്സ് എന്ന് പറയുന്നത് ഇക്കണോമിക്സ് പ്ലസ് ഡേറ്റ സയൻസ് അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3 yearൽ ഉണ്ടായിരുന്ന ഡിഗ്രിയിൽ ഇല്ലാത്ത കുറെ ഓപ്ഷൻസ് FUGP പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഉള്ളത് എംപ്ലോയബിലിറ്റി ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. അത് ഞാൻ പറഞ്ഞു. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, മാൻഡേറ്ററി ഇന്റേൺഷിപ്സ്. അതിന് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഇന്റേൺഷിപ്പ് കേരള പോർട്ടലുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് റിയൽ വർക്ക് പ്ലേസ് എക്സ്പോഷർ ഗ്രാജുവേഷന് മുന്നേ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മുമ്പൊക്കെ ഡിഗ്രി ചെയ്തിരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇന്ന ജോലിക്ക് പോകാം, ഇന്ന ഒരു ജോബിലേക്ക് പോകാം എന്നുള്ളത്. പക്ഷെ ഇന്റേൺഷിപ്സ് ഓപ്ഷൻസ് നമുക്കറിയാം പലതും എനിക്കൊന്ന് പ്രൊഫഷണൽ കോഴ്സസിന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോളിടെക്നിക് അല്ലാന്നുണ്ടെങ്കിലും MBBS കോഴ്സുകൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇന്റേൺഷിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന് ഇന്റേൺഷിപ്സ് ഉണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഓപ്ഷൻസ് കുറവായിരുന്നു. അതൊക്കെ ടേം പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് അതിനകത്ത് മാത്രം അത് ചുരുങ്ങിയത്. പക്ഷെ ഇതിപ്പോൾ അതൊരു കമ്പോണന്റ് ആയിട്ട് തന്നെ FUGPയിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത് എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ സ്വയം മൂക്ക് കോഴ്സസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മളൊരു റീജിയണൽ ലെവലിലുള്ള സ്റ്റേറ്റിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓപ്റ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും കോഴ്സസ് എടുക്കണം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്വയം മൂക്ക് കോഴ്സസ് വരെ നമുക്ക് എടുക്കാം. അത് നമുക്ക് അഡീഷണൽ ബേർഡൻ ആവുന്നില്ല. അത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമാവുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ്സിന്റെ ഭാഗമാവുന്നതോടുകൂടി തന്നെ, നമ്മുടെ ഡിഗ്രിക്ക് ഉള്ള ക്രെഡിറ്റ്സിന്റെ ഭാഗമാകുന്നതോടുകൂടി തന്നെ അതൊരു ഓപ്ഷൻ ബേർഡൻ ആവാതെ നമുക്ക് അതിനെ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് എന്നുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്റർ കോളേജസിലേക്ക് പോകണം. ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള കോളേജുകളിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻസ് വഴി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് FUGPന്റെ മറ്റൊരു പ്രത്യേകത. ഗ്രൗണ്ട് റിയാലിറ്റി കേരളയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ഫാക്കൽറ്റിന്റെ അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം മുമ്പ് FUGP 3 year നിന്നും FUGPയിലേക്ക് മാറുമ്പോൾ ഇത്രയധികം ചോയ്സസ് കൂടുമ്പോൾ വർക്ക് ലോഡ് കൂടുന്നുണ്ട് എന്നുള്ളതും അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഫാക്കൽറ്റി അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു ചാലഞ്ചാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഇന്റേൺഷിപ്സ് അല്ലാന്നുണ്ടെങ്കിൽ കോഴ്സസ്, മറ്റ് ഡിജിറ്റൽ ആയിട്ടുള്ള കൂടുതൽ കോഴ്സസ് വരുമ്പോഴത്തേക്കും ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലുള്ള കോളേജസിനൊക്കെ അതൊരു ചാലഞ്ചാണ്. പിന്നെയുള്ളത് ഇന്റേൺഷിപ്പ് ഗ്യാപ്സ് ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള ഫേംസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിലൊക്കെ ഉള്ള ഒരു ഇത്. പിന്നെ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻസ് ഇനീഷ്യൽ സ്റ്റേജസിലുള്ള ഒരു കൺഫ്യൂഷൻസ്, അതൊക്കെ. പിന്നെ ഫീ കോസ്റ്റ് പറയുന്നുണ്ട്. 4 year എന്ന് പറയുന്നത് ഒരു അഡിഷൻ ആവുമ്പോഴത്തേക്കും 3 year കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. മുമ്പൊക്കെ 3 year കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഇപ്പൊ അത് 4 year കൂടെ ആഡ് ആകുമ്പോൾ ട്യൂഷൻ ഫീസുകൾ കൂടുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ചാലഞ്ച് ആണ് എന്നുള്ളത്. പിന്നെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. അങ്ങനത്തെ ഓപ്ഷൻ ഈ പറഞ്ഞ സ്വയം മൂക്ക് കോഴ്സസ് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ലാപ്ടോപ്സ് ഇല്ലാത്തവർക്ക്, ഇന്റർനെറ്റ് ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ അതിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നു എന്നുള്ള ഒരു ചാലഞ്ചും കിടക്കുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ്, അത് ഹയർ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ്, അതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇതൊന്നും അതൊരു വലിയ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് ആയിട്ട് തോന്നില്ല. പക്ഷെ കമ്പയറിംഗ് ടു 3 year നോക്കുമ്പോൾ ക്രെഡിറ്റ്സ് കുറച്ച് കൂടുതലാണ് എന്നുള്ളത് ഒരു
റിയാലിറ്റിയാണ്. പിന്നെ അസസ്മെന്റ് ലാഗ്സ് വരാം. കാരണം ഇത്രയധികം പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ അസസ്മെന്റ് എന്ന് പറയുന്നത് എക്സാമും അസൈൻമെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ മാത്രമല്ലാതെ കമ്പോണൻസുകൾ കൂടുന്നുണ്ട്. ഇപ്പൊ അസസ്മെന്റ് കമ്പോണൻസ്, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ അസസ്മെന്റ് കമ്പോണൻസുകൾ കൂടുന്നു. പലതരത്തിലുള്ള കമ്പോണൻസ് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ലാഗുകൾ വരാം. അതിന്റെ വാലുവേഷനിലെ ലാഗുകൾ വരാം. അതുപോലെ തന്നെ അതിന്റെ കുട്ടികൾക്കുള്ള സബ്മിഷന്റെ കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യത. ഇതൊക്കെ ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ള നിലയ്ക്കും പറയാണ്. പിന്നെ റൂറൽ അർബൻ മിസ്മാച്ച് ഞാൻ പറഞ്ഞു. ഈ ഇൻഡസ്ട്രീസ് ഇല്ലാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാർട്ട്ണർഷിപ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞിട്ട് റൂറൽ ഏരിയയിലെ കുട്ടികൾക്കുള്ള യാത്രയുടെ ബുദ്ധിമുട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ പറയാം. ഇതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഇതൊക്കെ തന്നെ എല്ലാ പ്രോഗ്രാമുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പോലെയുള്ള കൺഫ്യൂഷൻസും ഡൗട്ട്സും ആങ്സൈറ്റീസും ഒക്കെ തന്നെ ഇതിനും ഉള്ളൂ. വിത്ത് ടൈം ഇത് എന്താ പറയുക, ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് നോർമലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പാർട്ട് ഓഫ് ദ സിസ്റ്റമായിട്ട് മാറുകയും അതൊക്കെ മാറുകയും ചെയ്യും. ബട്ട് ഞാൻ ഇത് പറയുക എന്നുള്ളതും പലർക്കും ആ കൺഫ്യൂഷൻ, അതുകൊണ്ട് തന്നെയാണ് FUGP എന്താണ് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിൽ എല്ലാവരും ഇരിക്കുന്നത്. FUGP എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മാറുന്നത്, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻസും വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള റിയാലിറ്റിയിൽ നിന്നും വരുന്ന ഒരു കാര്യമാണ്. അപ്പം റിയാലിറ്റി നമ്മൾ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്, പക്ഷെ കെയർഫുള്ളി നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഇത് ടീച്ചേഴ്സിനും കുട്ടികൾക്കും പേരൻസിനും ഉള്ള ഒരു സെഷൻ കൂടിയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈനറും മേജറും ചൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മൈനർ എന്ന് പറയുന്നത് ഇപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ മൈനർ ഒരു മൈനർ ഓപ്റ്റ് ചെയ്യാനുള്ള 2 മൈനർ ഓപ്റ്റ് ചെയ്യാനേ മൊത്തത്തിൽ കൊടുക്കുന്നുള്ളൂ. മൈനർ സ്വിച്ചിങ് ഇപ്പൊ കൊടുക്കുന്നില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. മൈനർ സ്വിച്ചിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം നമുക്ക് 80,000-ഓളം ലേണേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു മേജർ ടാസ്ക് ആണ് അറ്റ് പ്രസന്റ്. പക്ഷെ പിന്നീട് നമ്മൾ പാത്ത് വൈസ് ഇൻക്രീസ് ചെയ്യാം. ഇനിയിപ്പോൾ റെഗുലേഷൻസ് റിവൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പാത്ത് വൈസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൈനേഴ്സിന്റെ ചിലപ്പോൾ ബാസ്ക്കറ്റുകളും കൂടും. അപ്പോൾ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അത് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത. പക്ഷെ MGയിലും കാലിക്കറ്റിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റികളിലും എങ്ങനെയാണോ ഈ പറഞ്ഞ മൈനർ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള അതിന്റെ ബാസ്ക്കറ്റ് എങ്ങനെയാണ്, സ്വിച്ചിങ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എനിക്കൊന്ന് ചില യൂണിവേഴ്സിറ്റികളിൽ സെക്കൻഡ് ഇയറിൽ തന്നെ 3rd സെമസ്റ്ററിനുള്ളിൽ തന്നെ നിങ്ങൾ മൈനറിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോഗ്രാം ചേഞ്ചും ഒക്കെ തന്നെ അതിനുള്ളിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. പക്ഷെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞും ഒരു ഓപ്ഷൻസ് കൊടുക്കുക. അപ്പൊ അതൊക്കെ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകളിൽ അത് റെഗുലേഷൻസ് ഉണ്ടാവാം. അതിനെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനർ മേജർ ഒക്കെ. അപ്പൊ ഈ കൺഫ്യൂഷൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചറിയാണ് ചെയ്യുക. ചോദിച്ചറിയുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. രണ്ടാമത് ചെയ്യേണ്ടത് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ കോളേജുകളുടെ വെബ്സൈറ്റുകൾ നന്നായിട്ട് പഠിക്കുക, അവരുടെ ഡോക്യുമെന്റ്സ് നന്നായിട്ട് വായിക്കുക. അതിനകത്ത് നമ്മുടെ കോഴ്സസിനുള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് എന്താണോ നമുക്കറിയാം. ആദ്യം ഇപ്പൊ എനിക്ക് ഹിസ്റ്ററി ആണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇക്കണോമിക്സ് ആണോ എടുക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആണോ അല്ലെങ്കിൽ ബയോളജി ആണോ എനിക്ക് വേണ്ടതെന്നുള്ളത് എനിക്കറിയാം. അപ്പം എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളെ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് അവരുടെ കരിയർ വേണ്ടത്, അവർക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആഡ് ഓൺ ചെയ്യണം എന്നുള്ളത് അവർക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ മൈനറും ഈ പറഞ്ഞ MDCയും സ്കിൽ എൻഹാൻസ്മെന്റും ഒക്കെ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം മൈനർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കരിയറിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഇതാണ്. നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മുടെ മേജറിനെ തന്നെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് പാരലലി പോകുന്ന ഒരു കോഴ്സാണ് മൈനർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിപ്പോൾ ഒരു ഹിസ്റ്ററി എടുത്ത ഒരാൾ ഞാൻ എൻ്റെ എക്കണോമിക്സ് ആണ് മൈനർ എന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് എനിക്ക് സ്വിച്ച് ചെയ്യാനും എന്നെ ഹെൽപ്ഫുൾ ആക്കണം ഈ പറഞ്ഞ മൈനർ എന്ന്. അതിനനുസരിച്ചുള്ള കോഴ്സസ് അതിനനുസരിച്ചുള്ള ക്രെഡിറ്റ്സ് ഞാൻ ഏൺ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ക്രെഡിറ്റ്സ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ക്രെഡിറ്റ്സ് നമ്മൾ എത്ര ഏൺ ചെയ്തു അത് നമ്മുടെ ABC അക്കൗണ്ടിലേക്ക്, നമ്മുടെ ആധാറിലേക്ക് അത് റെക്കോർഡഡ് ആയിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം കോളേജസ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ റിസർച്ച് ഡിസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു നമ്മളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. കാരണം ചിലയിടത്ത് 75% ഓഫ് മാർക്സ് വേണം റിസർച്ചിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. അപ്പം ഓവറോൾ ഒരു 3 സെമസ്റ്ററിലൂടെ ചേർന്നിട്ട് ഇത്രയുണ്ട് എന്നുള്ളതും എൻഷുർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇന്റേൺഷിപ്സിനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ വിചാരിക്കും നമുക്കിപ്പോ ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട്. സ്വയം ഉണ്ട്, സ്വയം എടുക്കാം, മൂക്കിന്ന് എടുക്കാം, അതുപോലെ തന്നെ മൂക്കോസസ് എടുക്കാം, അതുപോലെ തന്നെ ഇന്റേൺഷിപ്സ് എടുക്കാം. അപ്പം ഇതിനെല്ലാം ഇപ്പൊ കോളേജസ് തന്നെ എല്ലാ ഓപ്ഷൻസും തരും എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കും ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇന്റേൺഷിപ്പ് കേരള എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ലോക്കൽ ഇൻഡസ്ട്രീസ്, NGOs,
ഗവൺമെന്റ് ഓഫീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതലും കുട്ടികൾ ഇന്റേൺഷിപ്പിനായിട്ട് ചിലപ്പം എന്താ പറയുന്നത്, ഇപ്പൊ നമ്മുടെ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് BSNL. അവിടെ കുട്ടികൾ BSNL ഓഫീസിൽ ഇന്റേൺഷിപ്സിന് വരുന്നുണ്ട്, BCom റിലേറ്റഡ് ആയിട്ടുള്ള മറ്റിതിൽ നിന്ന്. അപ്പൊ അതുപോലുള്ള ഗവൺമെന്റ് ഓഫീസസിലേക്ക് പോയിട്ട് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ഒരു ഇപ്പൊ അക്കൗണ്ടിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അപ്പൊ റിയൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷർ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുകയും. അപ്പൊ ഇന്റേൺഷിപ്പ് ലീഡ്സ് ഏതാണോ നമുക്ക് വേണ്ട നമ്മുടെ കോഴ്സ് റിലേറ്റഡ് അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്വയം കോഴ്സ്, മൂക്ക് കോഴ്സസ്, നമ്മുടെ നമുക്കൊരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ പറഞ്ഞ മൂക്ക് കോഴ്സസ് വെച്ചിട്ട് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഓരോ യൂണിവേഴ്സിറ്റികളും അത് മൂക്ക് കോഴ്സസ് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഏത് സെമസ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര സെമസ്റ്ററിനുള്ളിൽ ഈ മൂക്ക് കോഴ്സസിന്റെ എന്താ പറയുന്ന വാല്യുവേഷൻ കഴിഞ്ഞിട്ടുള്ള അവരുടെ മാർക്കുകൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഓരോ യൂണിവേഴ്സിറ്റിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതൊരു 40% ഓഫ് ക്രെഡിറ്റ്സ് ഇതിൽ നിന്ന് എടുക്കാം എന്നുള്ള പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെ റെഗുലേഷൻസും ഫ്രെയിംവർക്കിന്റെയും കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ കോളേജസിലും എങ്ങനെയാണെന്നുള്ള അതാത് യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ അവരുടെ റെഗുലേഷൻസും ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം വേണം ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ലാബ്, ലൈബ്രറി റെഡിനെസ്, ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് ട്രാക്ക് റെക്കോർഡ്, ഇതൊക്കെ നമുക്ക് ഓരോ കോളേജസ് ചൂസ്. ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2010 ഡൽഹി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഞാൻ കൊമേഴ്സ് അല്ല എടുത്തു, കൊമേഴ്സ് റിലേറ്റ് ചെയ്ത ആൾക്കാർ ചൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പേര് SRCC ആയിരിക്കും എടുക്കുന്നത്. അപ്പോ ഓരോ കോളേജസ് ഓരോന്നിനും പ്രത്യേകതയായിരിക്കും, അവരുടെ പ്ലേസ്മെന്റ്സ് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പഠിച്ചത് രാംജസ് കോളേജിലാണ്. അവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡസ്ട്രീസ് ഇങ്ങോട്ടേക്ക് വരിക ചെയ്യുന്നത്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനീസ് നമ്മുടെ കോളേജസിലേക്ക് വരും, പ്ലേസ്മെന്റ് ഡ്രൈവ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതലും അത് നമ്മുടെ നാട്ടിലൊക്കെ അത് കൂടുതലും കണ്ടുവരുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസിൽ കൊമേഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ അത്രയധികം ഉള്ള പ്രൈവറ്റ് കോളേജസിലോ ഗവൺമെന്റ് കോളേജസിലോ എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല റിയാലിറ്റി. ഇപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഇന്ന കോളേജിൽ നിന്നും ഫസ്റ്റ് ഡേ വരുന്ന ഫസ്റ്റ് ലീഡിംഗ് കമ്പനീസിലേക്ക് കുട്ടികളെ അപ്പൊ തന്നെ പ്ലേസ്ഡ് ആവുക ചെയ്യുന്നത്. എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അന്ന് അപ്പൊ തന്നെ 3rd ഇയർ ഓഫ് അവരുടെ ഗ്രാജുവേഷനിൽ തന്നെ ഡെലോയിറ്റിലേക്കും അങ്ങനെയുള്ള പല കമ്പനികളിലേക്കും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസ്മെന്റ് ഓപ്ഷൻസ് റെക്കോർഡ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലും ഈ പറഞ്ഞ FIGP-യിലൊക്കെ കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾ കൂടുതലും കരിയർ റിലേറ്റഡ് ചെയ്യുന്നവരുണ്ടാവാം. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേരളത്തിന്റെ റിയാലിറ്റിയിൽ പലയിടത്തും ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളും ഉണ്ടാവാം. എനിക്ക് എൻ്റെ ഒരു അറിവിൽ നിന്നാണ് ഞാൻ ഈ കൂടുതലും പറയുന്നത്, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പോഷറിൽ നിന്ന്. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിൽ പറയാം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ ഇന്റേൺഷിപ്സ്, ലാബ് റെഡിനെസ് എങ്ങനെയാണ്, ഫാക്കൽറ്റി എങ്ങനെയാണ്. അപ്പൊ നമ്മൾ കോളേജസ് ചിലത് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓവറോൾ നമ്മളിപ്പോ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഫറൂഖ് കോളേജ് ചൂസ് ചെയ്യുന്നവരുണ്ടാവാം, പിന്നെ മാറി വാനൂസ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കോളേജ് ഇതൊക്കെ മുമ്പും ചെയ്തിരുന്നു കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് കേരളത്തിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഒരു 4-5 കേരളത്തിലെ ടോപ്പ് കോളേജസ് ആണ് ഓപ്റ്റ് ചെയ്തത്. ഫറൂഖ്, മാറി വാന്യൂസ്, അതുപോലെ തന്നെ SB കോളേജ്, ചങ്ങനാശ്ശേരി, അങ്ങനെയുള്ള ചൂസ് ചെയ്തൊരു 4-5 കോളേജസ് നമ്മൾ ചൂസ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവരുടെ ഒരു അക്കാഡമിക് എക്സ്പോഷർ എങ്ങനെയാണ്, അവരുടെ പ്ലേസ്മെന്റ്സ് എങ്ങനെയാണ് വരുന്നത്, അവരുടെ ഫാക്കൽറ്റിയുടെ പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കരിയറിന്റെ ഒരു കോഴ്സ് ആയതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോളേജസ് അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഓപ്റ്റ് ചെയ്യുന്ന നമുക്ക് അതും നോക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ നമ്മുടെ കോഴ്സസ് എന്നുള്ളതിനപ്പുറം ഈ പറഞ്ഞ ഗൈഡൻസ് എന്നുള്ളതും നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് FIGP അല്ലെങ്കിൽ NEP പുതിയൊരു രീതി വെച്ച് ടീച്ചേഴ്സിന്റെ ഒരു പൊട്ടൻഷ്യൽ, അവരുടെ ഒരു എന്താ പറയുന്നത് എക്സ്പെർട്ടീസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ മൂക്ക് കോഴ്സുകളൊക്കെ എന്ന് പറയുന്നത് ചിലത് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ കോഴ്സ് കണ്ടന്റ് നമുക്ക് എത്രത്തോളം ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ എക്സ്പെർട്ടീസ് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളത്, നമ്മൾ ഓവറോൾ കണ്ടക്ട് ചെയ്യുന്ന എങ്ങനെയുണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ FIGP-യിലുള്ളൊരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചേഴ്സിന്റെ ഇത്, അതുപോലെ തന്നെ കോഴ്സസിന്റെ ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. കുട്ടികൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടുന്നു എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാനായിട്ടും സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇത് കുറച്ച് ഡൗട്ട്സ് പൊതുവെ വരാൻ സാധ്യതയുള്ളത് ഞാനൊന്ന് നോട്ട് ചെയ്തതാണ്. 3 ഇയർ കഴിഞ്ഞാൽ നോർമൽ ഡിഗ്രി കിട്ടുമോ എന്നുള്ളത്, നോർമൽ ഡിഗ്രി തന്നെ കിട്ടും. ഒരു 1 ഇയർ കഴിഞ്ഞാൽ, 1 ഇയർ നമ്മുടെ കേരളത്തിന്റെ കോണ്ടക്സ്റ്റ് ഇല്ല, ഞാൻ പറയാം. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അത് 44 ക്രെഡിറ്റ്സ് ഏൺ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ABCയിലുണ്ടാവും, അത് പിന്നീട് റെസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്.
പിന്നെ 4 ഇയർ കമ്പൽസറി ആണോ എന്നുള്ളത്, കമ്പൽസറി അല്ല, 4 ഇയർ ഓപ്ഷണൽ ആണ്. ഓണേഴ്സ് കോഴ്സ് എടുക്കേണ്ടവർക്ക് അത് എടുക്കാം. അപ്പോൾ അത് ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ 1 ഇയർ PG കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അപ്പോൾ 1 ഇയർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ഇയറുകാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അറ്റ് പ്രസന്റ് 1 ഇയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു റൂൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. NEP-യുടെ സ്ട്രക്ചർ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടേതായ ഓട്ടോണോമി ഉണ്ട്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളും അതിനനുസരിച്ചിട്ടും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അതിനനുസരിച്ച് റൂളുകൾ ഉണ്ടാവാം. ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷന്, എക്സിറ്റ് റൂള്, എലിജിബിലിറ്റി, PG എലിജിബിലിറ്റി, ഇതൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓരോ യൂണിവേഴ്സിറ്റി റെഗുലേഷൻസ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഉള്ളത് FIUGP ജോബ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് എന്നുള്ളത്. അപ്പം ഒരു ഡിഗ്രിയും അത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. FIUGP ആഡ് ചെയ്യാണ്, സ്കില്ലും ഇന്റേൺഷിപ്പ് കമ്പോണൻസ് ആഡ് ചെയ്യാണ്. അതിലൂടെ എംപ്ലോയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സിലും നമ്മുടെ എഫേർട്ടിലും തന്നെയാണുള്ളത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് ഇത്രയാണ് ഓവറോൾ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ FIUGP പ്രോസ്പെക്ട്സ് നോക്കുക, റെഗുലേഷൻസ് ചെക്ക് ചെയ്യുക. പിന്നെ UGC വെബ്സൈറ്റ്, ABC സ്വയം, ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്, സർക്കുലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായിക്കുക. പിന്നെ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ റെഗുലേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെ ഫ്രെയിംവർക്ക്സ് വന്നിട്ടുണ്ട്, അതും വായിച്ചു നോക്കുക. പിന്നെ ഓരോ കോളേജസിന്റെയും റൂൾസ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇത് ഇത്രയും ചെക്ക് ചെയ്തുകൊണ്ട് വേണം FIUGPന്റെ കോഴ്സസും FIUGPക്ക് വേണ്ടിയിട്ടുള്ള കോളേജസും ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ പറയാനുള്ളത്. ഇതിനകത്ത് വേറെയും കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ എനിക്ക് ഇതിന്റെ ഒരു ഓഡിയൻസിനെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓഡിയൻസിനനുസരിച്ചിട്ട് പറയാൻ സാധിക്കും. ഇതിപ്പോ എനിക്കറിയില്ല ആരൊക്കെ ഏതൊക്കെ ഫീൽഡിലുള്ളതാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോ പിന്നെ എനിക്കിത് ഒരു തരത്തില് ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങ് പറയും. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ 12th പാസ്സായത് മുതൽ പിന്നെ 8 ഇയേഴ്സ് വരെയുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ അങ്ങ് കൊടുക്കുക. അപ്പം എല്ലാം കൂടി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞൊരു പ്രസന്റേഷൻ തയ്യാറാക്കിയത്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ടൈം അലൗ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് സമയം എടുത്തു, ഫസ്റ്റ് കുറച്ച് സമയം പോയത് കൊണ്ടും. സോ യെസ്, താങ്ക് യു. ഓക്കെ മാഡം, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു പ്രസന്റേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിലുള്ള ആളുകൾക്ക് നേരത്തെ മാഡം സൂചിപ്പിച്ച പോലെ ഇതിൽ സ്റ്റുഡൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, അതോടൊപ്പം ടീച്ചേഴ്സും ഉണ്ട്. എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന തലത്തിലുള്ള ഒരു ക്ലാസ് തന്നെയാണ് മാഡം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായി എന്താണ് FIUGP എന്നും അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം അതിൻ്റെ ഒരു എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ മാഡം, ഒരു ക്വസ്റ്റ്യൻ. പറഞ്ഞോ. വളരെ ക്ലിയർ ആയിട്ട് മാഡം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു ഫോർ ദാറ്റ്. എന്റെ ചോദ്യം, ഈ സ്വയം MOOC പ്ലാറ്റ്ഫോം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വേറെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ക്രെഡിറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഈ യൂഡമി, യൂഡാസിറ്റി, അതുപോലെ കോഴ്സറ പോലെയുള്ള പ്ലാറ്റ്ഫോം ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റും സാധാരണ മറ്റു യൂണിവേഴ്സിറ്റീസിന്റെ ക്രെഡിറ്റും വൺ ആൻഡ് ദി സെയിം ആണോ? അതല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റെഗുലർ പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യോ? ഇപ്പൊ ഇത് യൂഡമി കോഴ്സറ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ആ സ്വയം MOOC എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു. അപ്പൊ യൂഡമിയുടെയും കോഴ്സറുടെയും എനിക്കും ഒന്ന്
ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മുടെ ഡിസ്കഷൻസ് എല്ലാം മനസ്സിലാക്കിയെടുത്തോളം, ഇതിപ്പോ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അതിന്റെ ഒരു അസസ്മെന്റ് പാറ്റേൺ ആണ് നമ്മൾ നോക്കേണ്ടതും കൂടെ ഉണ്ട്. കാരണം ഇതിന്റെ അസസ്മെന്റ് പാറ്റേൺ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ FIGP-യുമായിട്ട് ചേർന്ന് എടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് പറയാൻ സാധ്യത വെച്ചാൽ, ഞാൻ ഇതിന്റെ ഒരു കമ്മിറ്റിയിലുള്ള ഒരാളാണ് യൂണിവേഴ്സിറ്റിയുടെ. എഗെയിൻ നമ്മൾ പോലും നമ്മുടെ ഈ 1 ഇയർ നമ്മുടെ ഫസ്റ്റ് ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അടുത്തതിലേക്ക് റിവൈസ് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ ഡൗട്ട്സും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ യൂഡമി കോഴ്സറയുടേത് കറക്റ്റ് ആയിട്ടുള്ളത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. എനിക്ക് അതൊന്ന് നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സിൽ എനിക്കിപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്തത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയുടെ ത്രൂ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എത്തിച്ചു തരാം. അപ്പൊ കോഴ്സറയുടെ യുഡെമിയുടെ കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറയും. സ്വയം മൂക്ക് അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും പ്ലാറ്റ്ഫോംസ് രജിസ്റ്റർ ചെയ്താണ് പറയുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാനിന്ന് അന്വേഷിച്ചിട്ട് പറയും. പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റും മറ്റുള്ള യൂണിവേഴ്സിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിലാണുള്ളത്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 6 ക്രെഡിറ്റ്സ് ആണ് ഇപ്പോഴും ഒരു കോഴ്സിന് കൊടുക്കുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ 4 ക്രെഡിറ്റ്സ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രെഡിറ്റ്സ് ഇക്വലന്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ കാലിക്കറ്റ് നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഈ കുട്ടി എടുത്തിട്ടുള്ള ക്രെഡിറ്റ്സ് നമ്മുടെ ഇതുമായിട്ട് ഇക്വലന്റ് ആക്കാൻ പറ്റുമോ, ഇവിടെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ. അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബ്രിഡ്ജ് കോഴ്സ് വഴിയിട്ട് ആ കുട്ടിക്ക് അത് ബ്രിഡ്ജ് കോഴ്സ് പോലുള്ള ആഡ് ഓൺ കോഴ്സ് വഴിയിട്ട് കുട്ടികൾക്ക് അത് കൊടുത്തിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓരോ യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസവും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു MG അല്ല, കാലിക്കറ്റ് നിന്ന് തന്നെയാന്ന് തോന്നുന്നു ഒരു കുട്ടി ഇതേപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഈ കുട്ടി ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയെ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും, അഥവാ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനേക്ക് ഇനി ആഡ് ഓൺ ചെയ്യാനുണ്ട്, ഏതൊക്കെ കോഴ്സസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ടുള്ള കോഴ്സ് ഈ കുട്ടിക്ക് മിസ്സിംഗ് ആണ്, അതെങ്ങനെ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അറ്റ് പ്രസന്റ് ഇപ്പൊ റൺ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ ഫസ്റ്റ് 2 ബാച്ചസിൽ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ലാഗുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ഫീസിബിൾ ആണ്. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാലിക്കറ്റിലേക്ക് മാത്രമല്ല, അല്ലെ കാലിക്കറ്റ് നിന്ന് MGയിലേക്ക് അങ്ങനെ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കും ഈ പറഞ്ഞ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം വഴി കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് FIGP ഡിവൈസ് ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇനിഷ്യൽ 1 or 2 ബാച്ചസിൽ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻസ് ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഇത് സ്മൂത്തൻ ആവാനാണ് സാധ്യത ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു MGയിലൊക്കെ കൃത്യമായിട്ട് അവർ ഇന്റർ കോളേജിലേക്ക് അവിടെ നിന്നുള്ള എക്സ്പേർട്സിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു കോളേജുകളിലേക്കുള്ള ഇങ്ങനത്തെ ക്രെഡിറ്റ് ട്രാൻസ്ഫേഴ്സ് ഒക്കെ അവർ കറക്റ്റ് ആയിട്ട് സ്മൂത്തിൽ റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് അപ് ടു ആ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ആ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇക്വലൻസി അവർ നോക്കിയതിന് ശേഷമായിരിക്കും അവരത് ഡിസൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണത് ഡിനൈ ചെയ്യാൻ സാധ്യതകൾ കുറവാണ്. ഞാൻ പറഞ്ഞ എങ്ങനെ അതിനെ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കും കൂടുതലായിട്ട് നോക്കുക. അപ്പൊ ഓപ്ഷൻസ് ഡിനൈ ചെയ്യാൻ സാധ്യതകൾ കുറവാണ്. ഞാൻ പറഞ്ഞ യൂഡമിയും കോഴ്സറയും ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് പറയാം. എനിക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. ഓക്കെ മാം, താങ്ക് യു. സ്വയം മൂക്ക് കോഴ്സസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുന്നേ മറ്റാണ് ഇത് വന്നിട്ടുള്ളത്. സ്വയം മൂക്ക് കോഴ്സസ് എങ്ങനെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു ഇത് എന്റെ കയ്യിലുണ്ട്. വേറെന്തെങ്കിലും ചോദിക്കാട്ടോ, ഒന്ന് നോക്കോട്ടെ. അതുപോലെ NPTEL സ്വയം മൂക്ക് പോലെ പരിഗണിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ NPTEL? അതും നാഷണൽ ഇതല്ലേ വരുന്നേ? ഈ സ്വയം മൂക്ക് കോഴ്സസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ സ്വയം മൂക്ക് കോഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ ഓപ്ഷണൽ ആയിട്ടാണ് ഭാഗമാണല്ലോ. എന്താ പറഞ്ഞേ? NPTEL സ്വയത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ? അതെ. ഒരു സെക്കൻഡ്, ഞാൻ അതിന്റെ കറക്റ്റ് ഇത് എന്റെ കയ്യിലൊരു ഇതുണ്ടായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഓപ്ഷൻ ആയിട്ടാണ് മൂക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾ ഒരുപക്ഷെ മൂക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, കുറച്ച് കുട്ടികൾ അല്ലാതെ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ഇക്വേറ്റ് ചെയ്യും എന്നുള്ളത്, ചിലർക്ക് എല്ലാവർക്കും ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത്.
ഈ മൂക്ക് കോഴ്സസ് സെലക്ട് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഈ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ട് നിലനിൽക്കെ യൂണിവേഴ്സിറ്റികളും കോളേജസും ഏതൊക്കെ കോഴ്സുകൾ എവിടുന്നൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ മൂക്കിന് ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാലിക്കറ്റിലോ അല്ലെങ്കിൽ MG ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എവിടുന്നൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഇനിയിപ്പോ ഓരോ യൂണിവേഴ്സിറ്റി ഡിഫർ ചെയ്യും എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ളൊരു ഡൗട്ട്. നമ്മുടെ അതില് മാം ഇത് സ്വയം പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തത് തന്നെയാണ് NPTEL നാഷണൽ പ്രോഗ്രാം ഓൺ അതെ, ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് സ്വയത്തിന്റെ പാർട്ടായിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു. സ്വയം നമ്മുടെ ഇതില് പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സാറ് സ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള IIT പോലുള്ള സ്റ്റുഡൻസിനുള്ള സാർ നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് MPTEL വേറെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് AICTE കണ്ടക്ട് ചെയ്യുന്ന MPTEL കണ്ടക്ട് ചെയ്യുന്ന സ്വയം അല്ലെങ്കിൽ NITTR അതാരോ ചോദിച്ചോ? NITTR ആരോ ചോദിച്ചോ ഇവിടെ? ഇല്ല. അപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരുപക്ഷെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഫർ ചെയ്യാം. അപ്പൊ നമ്മളുടെ റെക്കഗ്നിഷന്റെ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എ മൂക്ക് ഷോൾ ബി കൺസിഡർഡ് വാലിഡ് ഫോർ ക്രെഡിറ്റ് റെക്കഗ്നിഷൻ ബൈ ദ യൂണിവേഴ്സിറ്റി only if it is conducted by AICTE. അപ്പൊ എനിക്ക് അറിയില്ല അപ്പൊ കോഴ്സെറയുടെ ഒക്കെ അതിൽ വരുന്ന എങ്ങനെയാന്നുള്ളത്. Conducted by AICTE, MPTEL, സ്വയം and NITTR or any other agency specifically approved by the academic council of the university. അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ആയോ? യെസ് മാം, താങ്ക് യു ക്ലിയർ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഓരോരുത്തർക്കും ചിലപ്പോൾ ഡിഫർ ചെയ്യാമല്ലോ. ചിലപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ എങ്ങനെയാ, അതുപോലെ തന്നെ കാലിക്കറ്റിനാണെങ്കിൽ എങ്ങനെയാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പ്രിപ്പയർ ചെയ്ത ഒരു ഇതാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതില് തന്നെ ഓരോ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അവരുടെ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് കൊടുക്കുക എന്നുള്ളതും പറയാറുണ്ട്. ഒരു ഫസ്റ്റ് ഒരു ബാച്ചും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് തോന്നി. ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഹയർ എഡ്യൂക്കേഷനിൽ കുറച്ചുകൂടെ FAGP റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസും ചാലഞ്ചസും ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള സ്റ്റെപ്സുകളും എടുക്കുന്നുണ്ട്. ഇത് മൂക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലേ? മാഡം, ഹലോ. യെസ്. നമ്മൾ ഇപ്പോ അറ്റ് പ്രസന്റ് ഇപ്പോ 4 years ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് കേരളത്തില് ഹയർ സ്റ്റഡീസ് നടത്താനുള്ള സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ വരാനുള്ള സ്കോപ്പ് എത്ര ഉണ്ടാവും? അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ 4 year കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ 1 year PGയിലേക്കുള്ള കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഈ 4 year ആയിട്ടുള്ള കുട്ടികൾ ഇറങ്ങുമ്പോഴല്ലേ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ PG 1 year സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരെ ഇറങ്ങുമ്പോഴത്തേക്ക് ആ 1 year സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് അവർക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്കുള്ള, പിന്നെ PhDയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒക്കെ വരുന്നത്. അപ്പൊ 4 year കഴിഞ്ഞു കഴിഞ്ഞാൽ PhDയിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് FAGP പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എങ്ങനെയാന്നുള്ളത് വരുന്നതിൽ കണ്ടറിയണം. പക്ഷേ PG ഞാൻ പറഞ്ഞില്ല, 4 year കഴിഞ്ഞാൽ 1 year PGയിലേക്ക് ആ യൂണിവേഴ്സിറ്റികൾ 1 year PGകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ആ രീതിയിൽ ഫർദർ ആയിട്ടുള്ളത് പോകും. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ മുമ്പത്തെ 3 year മാറിയിട്ട് 4 yearലേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് കുറേ ഓപ്ഷൻസ് വന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഡിഗ്രി കോഴ്സസ് എന്താണോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് എന്തൊക്കെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ സാധിക്കും അതൊക്കെ തന്നെ ഇതിൽ നിന്നും പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിന്റെ പിന്നിലുള്ള ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലായിട്ടും എബ്രോഡേക്ക് പോകുന്നു, നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഓപ്ഷൻസ് ഇല്ല എന്നൊക്കെ ഉള്ളതും, പിന്നെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ക്രെഡിറ്റ്സ് ഏൺ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ക്രെഡിറ്റ്സും പുറത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ ക്രെഡിറ്റ്സും തമ്മിൽ ഇത്ര അധികം ഏൺ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇവിടെ ഇല്ല എന്നുള്ളതും ഒക്കെ ഇതിനകത്ത് ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്രയായാലും FAGP ആണെങ്കിലും 3 year ആണെന്നുണ്ടെങ്കിലും ഹയർ എഡ്യൂക്കേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അപ്പൊ ഇതിന് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതുകൊണ്ട് മാത്രം കുറച്ച് ഒരു പുകയായിട്ട് നിൽക്കുന്നു എന്നുള്ളത്, മറയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ഡിഗ്രിയാണ്. ഡിഗ്രിയുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇതിനും ഉണ്ടാവും. ഇതിൽ കൂടുതലായിട്ടും എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഇൻഡസ്ട്രീനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാം, ഞാൻ അഫ്സർ ബാബു, ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. കഴിഞ്ഞ 2-3 വർഷമായി ഈ FYUGPയുമായി ബന്ധപ്പെട്ട് നിരന്തരം ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾ ഇപ്പൊ നേരിടുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. ഒന്ന്, കുട്ടികൾ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്.
ഉം. അതായത് 4 വർഷമാണ് ഇനിയുള്ള ഡിഗ്രി എന്നതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഷോർട്ട് ടേം കോഴ്സസ് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നിർബന്ധിതരായ കുട്ടികളുണ്ട്. അപ്പൊ അവര് റെഗുലർ ഡിഗ്രികൾ എടുക്കാതെ ഇത്രയും കൂടുതൽ വർഷം പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസിലേക്ക് പോയി. അപ്പൊ ഈ വർഷം പോലും അങ്ങനെ പോയവരുണ്ട്. അപ്പൊ അതിൽ തീരുമാനത്തിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്, അല്ലെങ്കിൽ ഇത്രമാത്രം ഡിലേ എന്തുകൊണ്ടാണ്? അത് വലിയൊരു കുറ്റകരമായ ഒരു അനാസ്ഥയായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മളോട് രക്ഷിതാക്കളോ കുട്ടികളോ ചോദിക്കുമ്പോൾ നമുക്കതിൽ കൃത്യമായ ക്ലാരിറ്റി കൊടുക്കാൻ നമുക്കും പറ്റുന്നില്ല. ഒന്ന്, ബന്ധപ്പെട്ട അധികാരികളോട് അറിയിക്കണം എന്നുള്ളൊരു നീരസം അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, 3 വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ കുട്ടികൾക്ക് ഇപ്പം സാധാരണ UG കോഴ്സസ് കിട്ടും, അല്ലെങ്കിൽ UG വിത്ത് ഓണേഴ്സ് എന്ന ഒരു ടാഗോട് കൂടിയാണ് കിട്ടുന്നത്. 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ UG വിത്ത് റിസർച്ച് എന്ന ടാഗോട് കൂടിയാണ് കിട്ടുന്നത്. അത് രണ്ടും ഒന്ന് ക്ലാരിറ്റി വേണമായിരുന്നു. പിന്നെ ഇപ്പോഴും കുട്ടികളെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് ആശങ്കയാണ്. 4 വർഷം കംപ്ലീറ്റ് ചെയ്താൽ, കഴിഞ്ഞ ആഴ്ച പോലും ചോദിച്ചു, സർ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, അതോ വീണ്ടും ഞങ്ങൾ 2 വർഷത്തേക്ക് പോകേണ്ടി വരുമോ? ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാത്തതിൽ വലിയ ബുദ്ധിമുട്ടില്ലേ? ഈ 2 ചോദ്യങ്ങളുടെ ഒരു ക്ലാരിറ്റി തന്നതിന് ശേഷം 1-2 കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്, വഴിയെ പറയാം. മറ്റൊന്ന് പറയാനുള്ളത്, പിന്നെ തഹാനി മാം വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ ഡെപ്തോടുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റും പൊട്ടൻഷ്യലും, യുവർ സ്റ്റുഡൻസ് ആർ ലക്കി ടു ഗെറ്റ് യു ആസ് എ ഫാക്കൽറ്റി ആൻഡ് വി ആർ ഓൾസോ. താങ്ക് യു സോ മച്ച്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗ്രോത്ത് ഇൻ ദിസ് ഫീൽഡ്. താങ്ക് യു. പിന്നെ ഇതില് ഷോർട്ട് ടേം കോഴ്സസ് കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നു, ക്ലാരിറ്റി ഇല്ല. ഞാനിത് പറയുന്നത്, ഞാനിത് ഒരിക്കലും പറയാൻ പാടില്ല, ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനിത് പറയാൻ പാടില്ല. പക്ഷെ ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അത് നമ്മൾ അറിയുന്ന ഒരു കാര്യം, അതിപ്പോ ഞാൻ മാത്രം പറയാതിരുന്നോണ്ട് കാര്യമില്ല. കാരണം അത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആണെങ്കിലോ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റികളും ഒക്കെ അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ന്യൂസിലൊക്കെ തന്നെ അത് വരുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. ക്ലാരിറ്റി ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വെച്ചത്. ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയെന്നുള്ളത്. കാരണം എപ്പോഴും ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം, ഡൗട്ട്സ് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. അതിന്റെ ഭാഗമായിട്ടുള്ള ഡൗട്ടുകൾ മാത്രമേ ഞാൻ ഇതിനെ ന്യായീകരിക്കുകയല്ല. FAUGP ഒരു കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പോയതിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ പക്ഷെ നൗ ബീങ് പാർട്ട് ഓഫ് ദ സിസ്റ്റം ആവുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യുന്നത് അത് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ക്രിറ്റിസിസംസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ എല്ലാ സിസ്റ്റത്തിനും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അറ്റ് പ്രസന്റ് ഈ പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് ആഡ് ഓൺ ചെയ്യാതെ റൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ദ എൻറ്റയർ വേൾഡ് അല്ലെങ്കിൽ എൻറ്റയർ നേഷൻ എന്താ പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള സ്കിൽ കമ്പോണൻസുകളും ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളും ഒക്കെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രി മേഖലകളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് മാറി നിൽക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ FAUGP റൺ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജസിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ഏതൊന്നിനും ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവാം. ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മളും അതിന്റെ കൺസേൺസ് റേസ് ചെയ്യാറുമുണ്ട്. പക്ഷെ ഇപ്പൊ ഇതിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതല്ല, ഇതിനൊരു റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം കാലിക്കട്ട് ആയിക്കോട്ടെ, MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ FAUGPയുടെ ഒരു റെഗുലേഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് UGC അപ്രൂവ് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേജസിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഇതുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റേൺഷിപ്പ് കൊടുക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലർ ചൂസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് യൂണിവേഴ്സിറ്റികൾ അത് പിന്നീട് അതിനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ഇത് ഓപ്ഷൻസ് കൊടുക്കും. അത് ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കുട്ടികൾക്ക് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഇത് ഒരു യൂണിവേഴ്സിറ്റിയും ചെയ്യാറില്ല. ആൻസറബിൾ ആണ്, പബ്ലിക്കിന് ആൻസറബിൾ ആണ്, പ്രത്യേകിച്ച് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ് പബ്ലിക്കിന് ആൻസറബിൾ ആണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആൻസറബിൾ ആണ് എന്നുള്ള നിലയ്ക്ക് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തന്നെ എങ്ങനെ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളത് ഉടനടി തന്നെ അക്കാഡമിക് കൗൺസിലോ അല്ലാന്നുണ്ടെങ്കിൽ
മറ്റു ബോഡികളോ, അക്കാഡമിക് കൗൺസിലാണ് ഏറ്റവും ഹയർ ബോഡി വരുന്നത്, അല്ലെങ്കിൽ വൈസ് ചാൻസലർ പോലെയുള്ള ആളുകൾ അത് എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഓപ്റ്റ് ചെയ്ത കുട്ടികളുടെ ഭാവി എന്താകും, അവരെന്തോ ആയിപ്പോവും എന്നുള്ളതല്ല. കാരണം ഇത് UGCന്റെ ഡിസിഷനാണ്, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷന്റെ ഡിസിഷനാണ് FUGP മൂവ് ചെയ്യുക എന്നുള്ളത്. ഓരോ യൂണിവേഴ്സിറ്റിന്റെ ഓട്ടോണോമി പ്രകാരം അവർ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കുട്ടികൾ പിന്നെ ഈ പറഞ്ഞ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വരുമ്പോൾ എങ്ങനെയാണ്, അതിനൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അഗെയിൻ ആ ഡിലേ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എവിടെയാണോ പഠിക്കുന്നത് അവിടെ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടല്ലോ. നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്ത് അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. പക്ഷെ സ്മൂത്ത് ആകാം. ഞാൻ പറഞ്ഞത് അതിനൊരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. അത് ഉണ്ട് എന്നുള്ളതും അല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ സ്മൂത്ത് ആയിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടാവാം. നമ്മളുടെ ഇവിടെ പക്ഷെ അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ 4th ഇയർ 5th ഇയറിലേക്ക് ആകുമ്പോഴത്തേക്ക്, ഫോർത്ത് ഇയറിലേക്ക് ആയിട്ടില്ല, 4th ഇയറിലേക്ക് ആകുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് പ്രസന്റ് ഇതിന്റെ കറക്റ്റ് ഉള്ള റിയാലിറ്റി പിക്ചർ എന്താന്നുള്ളത് എനിക്ക് ഒരു ബാച്ച് ഇറങ്ങുമ്പോഴേ എനിക്ക് പറയാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ മാത്രം ഒരു കാര്യമായിട്ട് ഞാൻ പറയാം. യൂണിവേഴ്സിറ്റികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം യൂണിവേഴ്സിറ്റിന്റെ അക്കാഡമിക് കൗൺസിലുകളും കമ്മിറ്റികളും ഇത് തീരുമാനിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഫാക്കൽറ്റികൾക്കും കുട്ടികൾക്കും ആകാം. കാരണം എല്ലാ ഫാക്കൽറ്റിയിലേക്കും ഇതിൻ്റെതായിട്ടുള്ള എന്താ പറയുന്ന വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എന്നുള്ളതിലുണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും യൂണിവേഴ്സിറ്റികൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് ഞാൻ കരുതുന്നില്ല. പിന്നെ കേസസ് ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ കേസസും ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടിക്കും ഇത്രയധികം ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളോ അവർക്ക് ഉണ്ടാകുന്ന കണ്ടിജൻസികളോ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ടും ആ ഡിസിഷൻസ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ഭാവി അങ്ങനെ ഇപ്പൊ സ്റ്റേക്കായി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനുള്ള സൊല്യൂഷൻസ് എന്തായാലും ഉണ്ടാവും. കാരണം ഇതൊരു ഗവൺമെന്റ് ഡിസിഷൻ ആയിരുന്നു, പോളിസി ഡിസിഷൻസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ കുറവാണ്. പിന്നെ ഷോർട്ട് ടേം കോഴ്സസ് കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നതിലുപരി ഈ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി 3 ഇയർ കോഴ്സസ് അവർക്ക് നോർമലി ഒരു ഡിഗ്രി ചെയ്യുന്ന പോലെ 3 ഇയർ ചെയ്യാമല്ലോ. അതിലൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. 4 ഇയറിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് ഞാനിപ്പോൾ ഡിഗ്രി ഓണേഴ്സ് വരുമ്പോൾ എങ്ങനെയാ, റിസർച്ച് വരുമ്പോൾ എങ്ങനെയാന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. നോർമലി എങ്ങനെയാണോ ഡിഗ്രി ചെയ്ത് അവർക്ക് 3 ഇയറിൽ എക്സിറ്റ് ചെയ്യാം. അവരെ അതിനാരും ബ്ലെയിം ചെയ്യാൻ പോകുന്നില്ല. അവരുടെ ക്രെഡിറ്റ് അവർ 4 ഇയർ കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അക്കാഡമിക്സിനെ അളക്കാൻ പോകുന്നില്ല. ഏത് കുട്ടിയും അവർ ഏൺ ചെയ്ത ക്രെഡിറ്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കും അവരുടെ ഹയർ സ്റ്റഡീസിന്റെ മറ്റ് എടുക്കുന്ന സ്ഥാപനങ്ങൾ നോക്കുന്നത്. അവർ ഏതൊക്കെ കോഴ്സസ് എടുത്തിട്ടുണ്ട്, അവർ എത്ര ക്രെഡിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്, സ്കില്ല് അവരുടെ എങ്ങനെയാണ്. ഇപ്പൊ നോക്കുന്നത് സ്കിൽ കോമ്പിറ്റൻസിയാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള കോഴ്സുകളിൽ ഏതൊക്കെ സ്കില്ല് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ആ സ്കില്ലിനെ ഇപ്പൊ ജോബ് നോക്കുമ്പോൾ ഏതൊക്കെ സ്കില്ല് അച്ചീവ് ചെയ്തിട്ടുണ്ട് അതായിരിക്കും നോക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു തടസ്സമാകാൻ സാധ്യത. ഇപ്പൊ എത്രയോ ആൾക്കാർ ഡിപ്ലോമ എടുക്കുന്നു, സർട്ടിഫിക്കറ്റ് എടുക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ എന്തായാലും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഫസ്റ്റ് കൊടുക്കുന്നില്ല. നമ്മുടെ കോഴ്സസ് 3 ഇയറിൽ തന്നെ കംപ്ലീറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഡിഗ്രി എടുക്കുന്നതിൽ ക്ലാരിറ്റി ഇല്ലായ്മയില്ല. ഡിഗ്രി 3 ഇയർ വെച്ചിട്ട് നിർത്താമല്ലോ അങ്ങനെയുള്ളവർക്ക്, ഞാൻ പറയുവാണ്. പിന്നെ UG വിത്ത് ഓണേഴ്സ്, UG വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഞാനത് കുറച്ചൊരു ക്ലാരിറ്റിയോടെ കുറവുണ്ടായിരുന്നു. UG വിത്ത് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് കമ്പോണന്റ് ഇല്ലാതെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും UG വിത്ത് ഓണേഴ്സ് എന്നുള്ളത്. ഈ UG വിത്ത് റിസർച്ച് വരുന്നവർക്ക് ഡയറക്റ്റ് PhDയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ്, ആ ഒരു എലിജിബിലിറ്റിയിലേക്ക് അവരെ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് UG വിത്ത് ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നവർ, കുട്ടി 3 ഇയർ കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ യൂണിവേഴ്സിറ്റി വിൽ പ്രൊവൈഡ് എ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. കുട്ടി റിസർച്ച് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഇയർ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഇനി റിസർച്ച് ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ UG വിത്ത് ഓണേഴ്സ് എന്നുള്ളത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഇതൊക്കെ ഓരോരുത്തരുടെയും എടുത്തിട്ടുള്ള ക്രെഡിറ്റ്സും ഇതൊക്കെ വഴിയാണ് യൂണിവേഴ്സിറ്റികൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തണമായിരുന്നു. അതായത് 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സാധാരണ UG സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുക. യെസ്, ഇപ്പൊ റൺ ചെയ്യുന്ന പോലെ തന്നെയുള്ള. 4ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ ഓണേഴ്സ് എന്ന ടാഗ് അതിന്റെ കൂടെ ഉണ്ടാവുള്ളൂ, കിട്ടുള്ളൂ. അതിന്റെ കൂടെ റിസർച്ച് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് റിസർച്ച് എന്നുള്ള 3ാമത്തെ ഒരു ടാഗ് ഉണ്ടാവുള്ളൂ. യെസ്, ദാറ്റ് വിൽ പ്രൊവൈഡ് them to go to PhD, right? എലിജിബിലിറ്റി. അപ്പൊ ഇതൊക്കെ ഈ ഒരു ബാച്ച് കഴിഞ്ഞു വരുമ്പോഴാണല്ലോ ഈ 1 ഇയർ PG ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഫസ്റ്റ് ബാച്ച് എന്തായാലും റണ്ണിങ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കാര്യങ്ങളെന്ന്. ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികളുടെ ഡൗട്ട്സ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു പക്ഷേ ഫാക്കൽറ്റി ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. എനിക്കും പല ഡൗട്ട്സും ഉണ്ട്.
കാരണം ഞാൻ ഇതുപോലുള്ള കുറെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വരുന്നു എന്നുള്ളതല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് ചിലത് ചിലപ്പോൾ ചോദിക്കുന്ന ഉടനെ പറയാൻ പറ്റാത്തത്. അപ്പൊ എന്റെ പരിമിതമായ നോളജിൽ നിന്നും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ വരുന്നു മാം. ഇതിലിപ്പോ ഈ സാധാരണ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സാഹചര്യത്തിൽ ഈ UG 3 വർഷത്തെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി PG ഹയർ സ്റ്റഡീസിന് വേണ്ടി ക്വാളിഫൈഡ് ആയി. അവര് UG 2 with ഇയർ all- PG എടുക്കണം. 2 years PG എടുക്കണം. അപ്പൊ അതില് ഈ ഒരു ദീർഘകാലം ഈ 3 വർഷക്കാർക്ക് PG ചെയ്യാനും 4 വർഷം കഴിഞ്ഞവർക്ക് 1 വർഷത്തെ PG ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുമല്ലോ അല്ലെ കുറെ കാലം? അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് FAGPയുടെ ഇത് പ്രകാരം. ഇപ്പൊ മെനിങ്ങാന്ന് ഇപ്പോ ഒരു ഓപ്ഷൻ വന്നിരുന്നു. എന്താണ്, നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾക്ക് 1 ഇയർ PGക്കുള്ള അംഗീകാരം UGC കൊടുത്തിരുന്നു. എനിക്ക് ഈ ന്യൂസ് ഞാൻ എടുത്തു വെച്ചിരുന്നൊന്ന്, അതായത് 4 വർഷത്തെ ഓണേഴ്സ് ODL-ലും, അതായത് കഴിഞ്ഞവർക്ക് ODL-ലും ഓപ്പൺ ഡിസ്റ്റൻസിലും 1 ഇയർ PGക്കുള്ള റെക്കഗ്നീഷൻ UGC കൊടുത്തിട്ട് ഇപ്പൊ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. UG വിത്ത് ഓണേഴ്സ് കഴിഞ്ഞവർക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും 1 ഇയർ PGക്ക് രജിസ്റ്റർ ചെയ്യാം. യെസ് നമ്മളിപ്പോ yeah. എങ്ങനെയാണോ എടുക്കുന്നത്, ഇപ്പൊ നമ്മൾ 3 ഇയർ കഴിഞ്ഞ് വേറെ ഉള്ളത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് PGക്ക് വരുന്നില്ലേ, അതുപോലെ തന്നെ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ 4 ഇയർ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാലോ. അങ്ങനെയും ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ഈ 3 ഇയർക്കാർക്ക് ഒരു എത്ര ക്രെഡിറ്റ്സ് ഏൺ വർഷക്കാലം? ചെയ്യണം എന്നേ ഉള്ളൂ. ഈ 177 ക്രെഡിറ്റ്സ് ആ കുട്ടിക്ക് ഏൺ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അതുപോലെ തന്നെ 3 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടി 133 ക്രെഡിറ്റ്സ് ഏൺ ചെയ്യണം. എന്നാൽ മാത്രമേ ആ കുട്ടിയുടെ 3 ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇനിയും ഒരു 4-5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ഇത്തരത്തിൽ 3 ഇയറിൽ അവസാനിപ്പിച്ചിട്ട് അടുത്ത നെക്സ്റ്റ് 2 വർഷം വേണമെങ്കിൽ PG ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കില്ലേ എന്നാണ് ചോദ്യം. യെസ് നിലനിൽക്കും. കാരണം അത് ചെയ്യില്ലല്ലോ, അത് കട്ട് ചെയ്യില്ലല്ലോ എത്രയായാലും. അങ്ങനെ അല്ല, ഇനി അങ്ങനെ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെന്നുണ്ട് അത് ചിലപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുന്നത്, എന്തെങ്കിലും ബ്രിഡ്ജ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ മെത്തേഡും കൊണ്ടുവരും. അത് ഇപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലോ UGC ഒക്കെ ആയിരിക്കും അതിന്റെ തീരുമാനങ്ങൾ പറയാൻ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ രണ്ടാമത്തെ കാര്യം UG വിത്ത് ഓണേഴ്സ് എന്നുള്ളത് ശരിക്ക് ഈ ഹയർ സ്റ്റഡീസിൽ ഫോറിനിലൊക്കെ നിശ്ചിത ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് കൂടി സഹായിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ UG വിത്ത് ഓണേഴ്സ് 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിശ്ചിത ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ആക്കാൻ താല്പര്യമുള്ള, വിദേശത്ത് PG ഒക്കെ ചെയ്യാൻ കൂടി താല്പര്യമുള്ളവരുടെ ആ ക്രെഡിറ്റ് കംപ്ലീഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കിയത്. അത് താല്പര്യമുള്ളവർക്ക് എന്തൊക്കെ കോഴ്സുകൾ അതിൽ 4th ഇയറിൽ എന്തൊക്കെ കോഴ്സുകൾ വരുന്നു എന്നുള്ളതാണോ ചോദിച്ചത്? അത് താല്പര്യപ്പെടുന്നത് ഹയർ സ്റ്റഡീസിന് വിദേശത്തൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് നിശ്ചിത കോഴ്സ് ക്രെഡിറ്റുകൾ വേണമല്ലോ, അവരെയും കൂടി താല്പര്യപ്പെടുത്തിയിട്ടില്ലായിരിക്കും ഉദ്ദേശിക്കുന്നു. ബേസിക്കലി UG വിത്ത് ഓണേഴ്സ് എന്ന് പറയുന്നത് അതും ആയിരിക്കാം. അതിപ്പോ അത് തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. നമ്മള് പൊതുവിൽ കേൾക്കുന്ന ഒരു കാര്യം അത് തന്നെയാണല്ലോ. അതായത് അതോടൊപ്പം അവർക്ക് 1 വർഷത്തെ PG ചെയ്താൽ മതി. PG എടുക്കാം 1 വർഷം. പിന്നെ അത് അവരുടെ രീതി. റിസർച്ച്, എനിക്ക് തോന്നുന്നു ഓണേഴ്സ് വിത്ത് റിസർച്ച് വരുമ്പോഴല്ലേ ഡയറക്റ്റ് PhD-യിലേക്ക് എലിജിബിലിറ്റി. അവിടെയാണ് കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. അതായത് വിത്ത് ഓണേഴ്സിൽ റിസർച്ച് ഇല്ലാതെ വിത്ത് ഓണേഴ്സ് മാത്രമാണെങ്കിൽ അവർക്ക് റിസർച്ചിന് PhD-ക്ക് പോകുന്നില്ല, പക്ഷെ അവരുടെ 1 ഇയർ PGക്ക് അവർ എലിജിബിൾ ആവുമല്ലോ. അതെ 4 ഇയർ ചെയ്യുന്ന അങ്ങനെ ഇല്ലല്ലോ. ഇത് ചോയ്സ് അല്ലേ. അഗെയിൻ റിസർച്ച് ഉള്ളത് വേണോ മറ്റേത് വേണോ എന്നുള്ളത് ആ കുട്ടിയുടെ ചോയ്സ് അല്ലേ. അപ്പൊ അതിനർത്ഥം കുട്ടി 4 വർഷം കഴിഞ്ഞ് PhD-ക്ക് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടിയാണെങ്കിലേ കുട്ടിക്ക് റിസർച്ച് ചെയ്യേണ്ടതുള്ളൂ എന്നാണോ? അതെ അങ്ങനെ മതി. റിസർച്ച് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതിയോ? ഒരു ഈ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ 3 വർഷത്തിന് ശേഷം പഠനം നിർത്തുന്നവർക്ക് 133 ക്രെഡിറ്റ് മതി. അതേസമയം റിസർച്ച് ഉൾപ്പെടെ പോകുന്നവർക്ക് ആദ്യത്തെ 3 സെമ്മിൽ ഒന്നുകിൽ 75% മാർക്ക് അല്ലെങ്കിൽ CGPA 7.5 അവർക്കാണ് 4-ാം വർഷത്തിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് പോകാൻ പറ്റുക. അവർക്ക് മാത്രം. അങ്ങനെ വിദ്യാർത്ഥികൾ പോകുമ്പോൾ തന്നെ 4th ഇയറിൽ ഒരു മെന്ററുടെ ഒരു കീഴിൽ ഗവേഷണം പൂർത്തിയാക്കണം, ഗവേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അത് സ്വന്തം മേജറിലോ അല്ലെങ്കിൽ അലൈഡ് ഡിസിപ്ലിനിലോ ആയിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഈ ഒരു കോഴ്സ്
സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇതിൽ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ സാഹചര്യത്തിൽ. പക്ഷേ ഒരു സ്റ്റുഡന്റ് ഈ കൺഫ്യൂഷൻ ആയിട്ട് മാറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ സാറ്. സത്യത്തിൽ അത് ഒരു സ്റ്റുഡന്റ് ഏത് കോഴ്സിന് ചേരുന്നതിനും അതിന്റെ റെഗുലേഷൻ. ഉദാഹരണമായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ഒരു ബികോമിന് ഒരു കുട്ടി ചേരാൻ വിചാരിക്കുന്നു. ആദ്യം ആ കുട്ടി ചെയ്യേണ്ടത് ഈ സാധനത്തിന്റെ സിലബസും സ്കീമും സൈറ്റിൽ കിടക്കുന്നുണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. പക്ഷെ നമ്മുടെ കുട്ടികളും പല അധ്യാപകരും സ്വന്തം റെഗുലേഷൻ ഒന്ന് വായിച്ചു നോക്കില്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരോ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർത്ത് ഇയർ ഈ 4 ഇയർ ഡിഗ്രി തുടങ്ങുമ്പോൾ ആദ്യത്തെ വർഷം എഴുതിയതിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ, അത് സ്വാഭാവികം. പക്ഷെ അതാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇതിലുള്ള എല്ലാ ഈ കുട്ടികൾ തെറ്റിദ്ധരിച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്താ അറിയാം, അവർ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഈ സാധനം ഒന്ന് വായിച്ചു നോക്കാത്തത് കൊണ്ടാണ്. കൂട്ടത്തിൽ അത് പറഞ്ഞു മാത്രം. കുട്ടികളുടെ ഓവർ ടെൻഷൻ ഉണ്ടാക്കാൻ, മറികടക്കാൻ അവരെ സഹായിക്കേണ്ടത്. അതുപോലെ പുതിയ കുട്ടികൾ വരുമ്പോഴൊരു കോഴ്സിന് ചേരുമ്പോൾ അവര് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ എഴുതി വെച്ച സാധനത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോകും. അവരെ ഗൈഡ് ചെയ്യുന്നവരും അവരും. കൂട്ടത്തിൽ പറഞ്ഞു മാത്രമല്ലേ. ഓക്കെ, താങ്ക് യു. അതെ താങ്ക് യു ഫോർ ദ പ്രസന്റേഷൻ. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ FY UGPയുടെ കോഴ്സുകളെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് FY UGPയിൽ തന്നെ FY UGP നോർമൽ ഉണ്ട്, അതുപോലെ ഓണേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച്, ആ 3 കാര്യങ്ങളാണ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മാം പറഞ്ഞല്ലോ ഇതിപ്പോ കാലിക്കറ്റ് പോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഇത് തേർഡ് ഇയറിൽ 5th ഇയറിലാണ് കുട്ടികൾ 5th സെമ്മിലാണ് കുട്ടികൾക്ക് കമ്പൽസറി ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വരും. എനിക്ക് തോന്നുന്നത് നേരത്തെ സാറ് സൂചിപ്പിച്ച കോഴ്സറെ ഒക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ അലൗ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതാ ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ ഇത്, കാരണം അതാ ഞാൻ പറഞ്ഞ ഓരോ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ അതുകൊണ്ട് അത് അതാണ് സാർ സൂചിപ്പിച്ചത്. കാരണം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രോസ്പെക്ടസിൽ അത് വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ മാത്രം നോക്കിയിട്ട് അതിലൊരു ഫൈനൽ ഒപ്പീനിയൻ പറയാനും പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ്. അതുപോലെ തന്നെ കുട്ടികൾ കൺഫ്യൂഷനിലാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ അവർ ഉദ്ദേശിച്ച സബ്ജക്ട് മേജർ ആയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് മേജറായിട്ട് മാറാൻ ക്രെഡിറ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും നിലവിലുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ അത് നേരത്തെ സാർക്ക് സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടെ. കാരണം ഇപ്പോഴും പല ടീച്ചേഴ്സിന് പോലും ഇതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് എന്താണ് എന്നുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്കിലും കുറെയൊക്കെ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ റിസർച്ച് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് റിസർച്ചിന്റെ ഒക്കെ ഒരു എക്സ്ട്രാ അതിന്റെ ക്രെഡിറ്റും അതിന്റെ പേപ്പേഴ്സും ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടു എന്നുള്ളതാണ്. ഓവറോൾ മാം ഒരുപാട് സമയമായി ഇവിടെ പ്രസന്റ് ചെയ്യുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, വളരെ പീസ്ഫുൾ ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. നമുക്ക് അവസാനിപ്പിക്കാം, സമയം കുറെ ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു സെക്കൻഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലായ്മ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇപ്പം ഇവർ രണ്ടുപേര് പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ റെഗുലേഷൻസ് ഉണ്ടാകും. അതായത് വെബ്സൈറ്റിൽ കയറി നോക്കുക, ആ റെഗുലേഷൻ അബൈഡ് ചെയ്യാൻ യൂണിവേഴ്സിറ്റികൾ നിർബന്ധിതമാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഓരോ കേസസിൽ വരുന്ന ഡിഫറൻസുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അമെൻഡ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിലും വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ബോഡിക്ക് അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഓരോരുത്തരും കുട്ടികൾക്ക് വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷൻസ് യൂണിവേഴ്സിറ്റികൾ അതാത് യൂണിവേഴ്സിറ്റികൾ അത് കണ്ടെത്തും, അത് ക്ലിയറും ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ FYGPയിൽ പോകുമ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉള്ള നിലനിന്ന കൺഫ്യൂഷൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞ ആ പ്രോസസ്സിൽ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും വരുന്നരുത്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവരുടെ റെഗുലേഷൻസ് നോക്കുക, അത് വായിച്ച് നോക്കിയിട്ട് ഓപ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം റെഗുലേഷൻസിലെ അമെൻമെന്റ്സും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെ 75% അറ്റൻഡൻസ് നമ്മൾ ഇതുവരെ നമുക്ക് 75% മാർക്കിന്റെ ക്രൈറ്റീരിയ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം അതർവൈസ് ചില യൂണിവേഴ്സിറ്റികൾ 75% പറയുന്നുണ്ട്. ഞാനിതിവിടെ മെൻഷൻ ചെയ്തിട്ട് കട്ട് ചെയ്തതാണ്, കാരണം എല്ലാ യൂണിവേഴ്സിറ്റിയിലും അത് ക്രൈറ്റീരിയ ആണോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഈ ടേബിളിൽ അത് ഉൾക്കൊള്ളിക്കായിരുന്നു. അപ്പം നമ്മുടെ അറ്റ് പ്രസന്റ് ഈ 3 ഇയർ ആണ് കേരളത്തിൽ റൺ ചെയ്യുന്ന 4 ഇയർ ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി അതായത് റെഗുലേഷൻസ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിജി ത്രൂ എന്നോട് ചോദിച്ചാലും ഞാൻ
ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് തരാമെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഇനി കണ്ടിന്യൂ. ഓക്കെ മാം, അങ്ങേയറ്റം താങ്ക് യു. അങ്ങേയറ്റം സൺഡേ ക്ലാരിഫൈഡ് ആണ് കേട്ടോ. ഫോർ യുവർ സിംപ്ലിസിറ്റി, ലളിതമായ രീതിയിൽ അത് പറഞ്ഞു തന്നു, ക്ഷമ കാണിച്ചു. താങ്ക് യു സോ മച്ച്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നാൽ നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. സമയം കുറെ വൈകി, 10:35 ഫഹാന മാം, ശബ്ദത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് വളരെ ആക്റ്റീവായി, വളരെ എനർജറ്റിക് ആയിട്ടാണ് ഈ 1.5 മണിക്കൂർ പ്രോഗ്രാം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. FIUGP നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ കൺഫ്യൂഷൻസും കുറെ ഡൗട്ട്സും ഒക്കെ ഉള്ള ഒരു മേഖല തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കുറെ കൺഫ്യൂഷൻ സ്വാഭാവികമാണല്ലോ. പക്ഷെ അതിൽ ഓരോ വർഷവും ചില ആഡ് ഓണുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ വശങ്ങളും, അതിന്റെ മെറിറ്റ്സ്, അതിന്റെ ചലഞ്ചസും ഒക്കെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പ്രസന്റേഷനിൽ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടായിട്ടുള്ളതും. ഇതിൽ പങ്കെടുത്ത ആളുകൾ കുറെ അധ്യാപകരുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ജോലി ചെയ്യുന്ന മേഖലയിൽ കുട്ടികളോടുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ചില സംശയങ്ങൾ കൂടിയാണ് അവരൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അതിനൊക്കെ കൃത്യമായൊരു റിപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. ഇതിന്റെ ഒരുപാട് മെറിറ്റ്സ് തന്നെ മാഡം ചൂണ്ടിക്കാണിച്ചു. നമ്മളും അത് പൊതുവെ വായിച്ചു കഴിഞ്ഞാൽ FIUGP കൊണ്ടുണ്ടാവുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. 3 വർഷത്തെ ഡിഗ്രി അത് തന്നെ നിലനിർത്തുകയും അത് എക്സിറ്റ് ആയി പോയി പിന്നെ PG തുടരണമെങ്കിൽ അങ്ങനെ തുടരുകയും ചെയ്യാം. നേരത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതോടൊപ്പം തന്നെ കുറെ അഡീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ്നെസ് ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും കുറെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് മാഡം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നല്ല ശബ്ദത്തോടു കൂടി തന്നെ പ്രസന്റ് ചെയ്തു. വളരെ സന്തോഷമുണ്ട്. സിജിയുടെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. എല്ലാ ഞായറാഴ്ചകളും ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. വിവിധ ടോപ്പിക്കുകളാണ് പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യാറ്. ഡൗട്ട്സ് ക്ലിയറൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഇന്ന് ഈ മഴ, നല്ല മഴയാണ്, റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കേണ്ട സമയത്തായിട്ട് പോലും നമ്മോടൊപ്പം സഹകരിച്ചു, നമ്മുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നു. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായ, അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാഡം പ്രസന്റ് ചെയ്തത്. നമ്മളോടൊത്ത് ചെലവഴിച്ച ഈ സമയത്തിന് സിജിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ നിന്നുകൊണ്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും സിജിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു മാഡം. താങ്ക് യു ഓൾ. താങ്ക് യു.